ചുങ്കപ്പുര, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സീനിയേഴ്സിൻ്റെ ചുമതലയുള്ള പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത് സിസ്റ്ററെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കാര്യമായിട്ടൊന്ന് പറഞ്ഞേനായിരുന്നു. കാരണം കാര്യമായിട്ട് പറയാനുള്ള തോമസ് കുട്ടിച്ചാൽ എത്തുന്നെങ്കിൽ എന്നെ കണ്ടപ്പോൾ അച്ഛനും തീർന്ന് പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞെന്നുള്ളത് എനിക്ക് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയത്തില്ല. അത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര. ഞാൻ പ്രാർത്ഥിച്ചപ്പം ഓർത്തതുപോലെ തന്നെ ദൈവം ചില മനുഷ്യർക്ക് അനേകർക്ക് പ്രയോജനമുള്ള വിധത്തിൽ ഈ ലോകത്തിലേക്ക് അയക്കും. അങ്ങനെ അയക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സിസ്റ്ററിൻ്റെ. എനിക്ക് സിസ്റ്ററുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത്, ഞാൻ വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കി നേരത്തെ സെമിനാരി എന്നൊക്കെ പഠിച്ച് 21-ാമത്തെ വയസ്സിൽ ഇറങ്ങിയപ്പം പെട്ടെന്ന് ഒരു അപക്വമായ പ്രായത്തിൽ ഇപ്പോഴും പക്വതയൊന്നുമില്ല, എങ്കിലും അന്ന് കൂടുതൽ പക്വതയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വൈദികനാകണ്ട എന്നൊരു ആഗ്രഹം മനസ്സിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ വിചാരിച്ചു PG ചെയ്തു. ആ കൂട്ടത്തിൽ പിന്നെ MGOSസും പിന്നെ ഓൾഡ് ഏജ് ഹോം ഇവിടെയൊക്കെ സപ്പോർട്ടിക്കാനിടയായി. അങ്ങനെ ഒരു 2-3 വർഷം ചെലവഴിച്ചതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് കിട്ടി കോളേജ് ഹോസ്പിറ്റലിൽ ഒരു കൗൺസിലിങ്ങിന്റെ കോഴ്സ് നടത്താനായിട്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ അറിവ് കിട്ടി. എൻ്റെ തിരുമേനിയോട് ആവശ്യപ്പെട്ടപ്പോൾ തിരുമേനി അത് പഠിക്കാനായിട്ട് 2 മാസത്തെ കോഴ്സായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോളേജ് മെഡിക്കൽ കോളേജിൽ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഒരു അരയടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ക്ലാസ് എടുക്കുന്നത് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരയാണ്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ആദ്യം കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു സാധാരണ സിസ്റ്ററൊക്കെ ആയിരിക്കും വിചാരിച്ചു. സിസ്റ്റർ പുലി പോലെ കയറി വന്നപ്പോൾ എന്നെ പേടിച്ചു പോയാൽ. ബാക്കിയുടെ ഗ്യാസ് പോയതൊക്കെ സിസ്റ്ററുടെ വാക്കുകളും ആ പ്രൗഢമാകുന്ന കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴാണ്. പിന്നീട് ഞാൻ സിസ്റ്ററെ പറ്റി കൂടുതൽ അറിഞ്ഞു. കോട്ടയത്തെ ട്രാഡ എന്ന് പറയുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടറാണ്. ഒരുപാട് മദ്യപാനത്തിനും സാമൂഹിക തിന്മയിലുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒന്ന് വഴിതിരിച്ചു വിടത്തക്കവണ്ണം ഒരു വഴികാട്ടിയായി സിസ്റ്റർക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറേ ആളുകളുടെ അശ്രാന്ത പരിശ്രമം എന്ന് പറയുന്നത് ഒരുപക്ഷെ വാക്കുകൾക്ക് അതീതമാണ്. നമ്മൾ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ട് കൊള്ളാം, ഇവർ സമൂഹത്തിന് പ്രയോജനമുള്ളവരാണെന്ന് ആരെക്കുറിച്ചെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ അർഹയായ ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനേക്കാൾ ഉപരി പ്രൗഢഗംഭീരമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. വാസ്തവത്തിൽ സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര പങ്കെടുത്തിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഒരുപക്ഷെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിരിക്കുന്നതിന് വിചാരം. ഒരുപാട് ആളുകൾ കൂടുന്ന മീറ്റിങ്ങുകളൊക്കെയാണ് സിസ്റ്റർ സാധാരണ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അമേരിക്കയിൽ നമുക്കറിയാം ആളുകളുടെ തിരക്കും, പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ്. പ്രത്യേകിച്ച് സീനിയേഴ്സിനെ മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത്ര ആളുകൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ശോഭിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ, എനിക്കിതൊരു മുഖം സിസ്റ്റർ ഒരിക്കൽ നമ്മുടെ പള്ളിയിൽ തന്നെ വന്ന് അത് മറ്റുള്ളവർ വേണ്ടിയിട്ടാണ് എല്ലാ ഗ്രൂപ്പിലും അഡൽസ് മാരേജ് കൗൺസിലിംഗ് നടത്തിയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും സിസ്റ്റർ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടും വിനയത്തോടും സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരയെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർക്ക് നമ്മളോട് അഭിസംബോധന ചെയ്യാൻ തക്കവണ്ണം അവസരം ഒരുക്കിയത് നമ്മുടെ തോമസ് കുട്ടിച്ചാലാണ്. നമുക്ക് തോമസ് കുട്ടിച്ചാലും ഈ ഒരു മേഖലയിലും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സിസ്റ്ററുടെ ഈ സമയമൊക്കെ നമുക്ക് വേണ്ടി കരുതി ഇത്രയും ആളുകളെ കൂട്ടി വരുത്തുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ ഞാൻ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. സന്തോഷ് പള്ളിയിൽ നിന്നും അതുപോലെ മറ്റു പള്ളിയിൽ നിന്നുമൊക്കെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സിസ്റ്ററോട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഞാൻ സെക്രട്ടറി ചെയ്യാവുന്നു. സിസ്റ്ററൊക്കെ കൈമാറുമ്പോൾ സമയം കളയാനില്ലാത്ത ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛ, ഇവിടുത്തെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെ, താമസൂട്ടി, പ്രിയ മാതാക്കളെ, പിതാക്കളെ, ദൈവവചനം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വെച്ചിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിതാവിനുള്ളതിൽ യോഹന്നാൻ 16-15
ടൈം ഗെയിം അല്ലേ? 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അതായത് പിതാവായ ദൈവത്തിൻ്റെത് മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചു. പിതാവായ ദൈവത്തിനുള്ളതെല്ലാം പുത്രനെ ഏൽപ്പിച്ചു. ആ പുത്രൻ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് തരികയാണ്. പരിശുദ്ധാത്മാവ് വരുന്നവരെ അവർക്ക് ഈ ശക്തി ഇല്ലായിരുന്നു, ശിഷ്യന്മാർക്കും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അത് യഹൂദന്മാരുടെ ശൗവത്ത് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഓണമൊക്കെ പോലെ ഒരു ഫെസ്റ്റിവലായിരുന്നു അവരുടെ. അവർ സാധനങ്ങളെല്ലാം കൊണ്ടുവരിക, നമ്മുടെ പുത്തിരി തിരുനാൾ പോലെ ഏലം വിളിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ് പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്തയ്ക്ക് അവർ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നതൊന്നും തലയിലോട്ട് കയറിയാലും അത് ഫലം പുറപ്പെടുവിക്കും. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് തമ്പുരാൻ്റെ ഇഷ്ടം. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു ടൈം പാസ്സായിട്ട് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്, ആ ഗാഡ്ജറ്റ്സ് വർക്ക് ചെയ്യുന്നതിലേയും ഒരു കുഴപ്പമില്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മളെ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് അനാദിയിലെ ഈ ദിവസവും ഈ ടോപ്പിക്കും ഈ ആൾക്കാരെ കണ്ടുവച്ചു, ഇവിടെ എത്തിച്ചു. ഇനി ഇത് കേൾക്കുക, അബ്സോർവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ എന്തുമാത്രം തുറന്ന മനസ്സോടെ ഇരിക്കുന്നു അത്രയും ലഭിക്കും. എന്നുവെച്ചാൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഇവിടെ അത് ഉപയോഗിക്കുന്ന വാർദ്ധക്യം എന്നല്ല കേട്ടോ, മച്വർ അഡൾട്ടേജ്. എന്താ മച്വർ അഡൾട്ടേജ് എന്ന് പറയുന്നത്? നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ ഓടി നടന്ന് പണിതു. ഓക്കെ, 30 വയസ്സ് വരെ ലോകത്തെ എല്ലാം അറിഞ്ഞുകൊണ്ട് തുടങ്ങും. എന്ത് ചെയ്യണം, ആരാകണം, ആരെ തിരഞ്ഞെടുക്കണം, എവിടെ പോയി ജോലി ചെയ്യണം, ഏത് കരിയർ, എന്ത് ശമ്പളം, എവിടെ വീട്, ഓക്കെ. അങ്ങനെ നടന്ന കാലം കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യും. ഇനിയുള്ള ഈ 30 വർഷം, 60 മുതൽ 90 വരെയുള്ള വർഷത്തിൻ്റെ പേര് വിസ്ഡം ഇയേഴ്സ് എന്നാണ്. വിസ്ഡം ഇയേഴ്സ് പരിശുദ്ധാരൂപിയുടെ ദാനമായ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, ആ ജ്ഞാനവും നിറവും കൊണ്ട് ജീവിക്കേണ്ട വർഷങ്ങളാണ്. ആ വർഷത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അപ്പം എല്ലാവരും ചോദിക്കും, ദീർഘായുസ് ദൈവാനുഗ്രഹമാണെങ്കിൽ ചിലർ 40 വയസ്സിലും 30 വയസ്സിലൊക്കെ മരിക്കുന്നുണ്ട്. അതിന് ഉത്തരം എന്താണ്? അതിന് ഉത്തരവുണ്ട്. നമ്മൾ ബൈബിളിൽ ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? എബ്രഹാം ജീവിച്ചതുപോലെയല്ല നോവ ജീവിച്ചത്, അത്രയല്ല മോസസിന് കൊടുത്തത്. ദാവീദിന് എന്തേരം കൊടുത്തു? 70 വയസ്സെന്നാണ് പറയുന്നത്. 70 വയസ്സായ ദാവീദ് പോയി, വലിയ പ്രഗത്ഭനായിരുന്നു, ഇസ്രായേലിനെ നയിച്ചു, രാജാവായിരുന്നു. പക്ഷേ ദൈവത്തിന് മുമ്പാകെ ലോങ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറിക്കൽ ഇയേഴ്സ് അല്ല, നമ്മൾ മാനുഷികമായ രീതിയിൽ കരുതുന്ന ന്യൂമറിക്കൽ ഇയേഴ്സ് അല്ല. ഒരു പൂർണ്ണതയുണ്ട് ആ സമയത്തിന്. ആ സമയത്ത് ദൈവം ഏൽപ്പിച്ച പർപ്പസ് അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ലോങ് ലൈഫ് ആയി കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഈ 90 വയസ്സ് ഞാൻ പറയുന്നത് 90ആയിട്ട് എടുക്കണ്ട. ദിസ് ടൈം, ഇപ്പോഴത്തെ ഈ സമയം ദൈവം തന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. മക്കളുടെ കാര്യം കഴിഞ്ഞല്ലോ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞല്ലോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ, അങ്ങനല്ല ചിന്തിക്കേണ്ടത്. മനുഷ്യൻ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. ദൈവത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, അവിടുത്തെ രാജ്യം വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് കയ്യും കാലം കൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമല്ല വിപുലീകരിക്കുന്നത്. നമ്മുടെ സ്നേഹ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവും അടയാളവുമായി മാറണം. അവിടെയാണ് ദൈവരാജ്യം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിസ്ഡം ഇയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി വെരി പവർഫുൾ ഇയേഴ്സാണ്, വളരെ ശക്തമായ വർഷങ്ങളാണ്. ഇവിടെ എല്ലാവരും എവിടെയാണ് അടക്കുന്നത് എന്നുള്ള സെക്രട്ടറി നോക്കി അതിനുള്ള വകയും കൊടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ ജർമ്മനിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. ജർമ്മനിയിലെ കാര്യം പറയുന്നത്, ഇവിടുത്തെ കാര്യം അവിടെ 70കളിൽ പോയവർ, 70കളിൽ ജർമ്മനി പോയവർ നല്ല നിലയിൽ എത്തിയവരാണ് മലയാളികൾ. 2000 കുടുംബങ്ങളുണ്ട്. കൊളോൺ ഡയസിന് വേണ്ടി എന്നെ വിളിച്ചിട്ട് പോയതാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനൊരു നിമിത്തമായത്. ഉടനെ ഞാൻ തോമസ് കുട്ടിയെ കോൺടാക്ട് ചെയ്തു. എനിക്കറിയാവുന്ന എൻ്റെ ഓൾഡസ്റ്റ് ടൈ ഇവിടെ തോമസ് കുട്ടിയായിട്ടാണ്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ജർമ്മനി വരെ വരുന്നുണ്ട്, പിന്നെ എല്ലാം കൂടി ഇത്രയും ചിലവാകുന്നുള്ളൂ, അമേരിക്കയിൽ വേണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ നിൽക്കാം എന്ന് പറഞ്ഞു വന്നാണ്. അവിടെ എന്താ ചെയ്യുന്നറിയോ?
എല്ലാവരും നല്ല നിലയിലെത്തി, മക്കളെ സെറ്റിൽ ചെയ്തു, അവർക്ക് പെരയായി, കല്യാണം കഴിച്ച് മാറി കഴിഞ്ഞപ്പോൾ അവരെല്ലാം സെമിട്രിക്ക് പൈസ ഉണ്ടാക്കി കല്ലറ വാങ്ങിയിട്ടിരിക്കുക. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 96 പേരാണ്. ഈ 96 പേര് ക്ലാസ് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ 96 പേര് ക്ലാസ് എടുത്തവരുടെ എല്ലാം മൈൻഡ് സെറ്റ് മാറി. സെമിട്രി അല്ല ഇനി നോക്കേണ്ടത്. ഞാൻ പറയട്ടെ, ജീവിച്ചിരിക്കുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഓരോ നിമിഷവും ദൈവം തന്നത് അതിനു വേണ്ടിയാണ്. അതിനു വേണ്ടിയാണെങ്കിൽ നേരത്തെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടിയത്, സെമിട്രി ഉണ്ടാക്കിയിട്ടിട്ട് ഇരിക്കുകയല്ല വേണ്ടിയത്. ലീവ് ലൈഫ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മളെ വിളിക്കണം. ജീവനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ജീവനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കുക. ഓക്കെ, അപ്പം മൈൻഡ് സെറ്റ് ആദ്യമേ മാറിക്കും. ഓക്കെ, ഇനി മൈൻഡ് സെറ്റ് ഇനിയുള്ള ദിവസം എണ്ണിക്കൊണ്ടിരിക്കുക. എവിടെയാണ് ഒക്കെ പൈസ കൊടുക്കേണ്ടത് കൊടുക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മാനുഷികമായ എല്ലാ ബുദ്ധികളും കഴിവുകളും ഉപയോഗിക്കുക. പക്ഷെ ഒരുങ്ങിയിരിക്കേണ്ടത് തമ്പുരാനുമായിട്ട് എന്തുമാത്രം കൂടുതൽ അടുക്കാം, തമ്പുരാനെ എങ്ങനെ മഹത്വപ്പെടുത്താം, തമ്പുരാന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ ഒരു ഉപകരണമായി ഓരോ ദിവസവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാം. അങ്ങനെയാണ് നോക്കേണ്ടത്. മെച്ചപ്പെട്ട രീതിയിൽ ഒരു കാലത്ത് നമ്മൾ ഓർത്തു പെരയും കാറും ജോലിയും ബാങ്ക് ബാലൻസുമാണ്. അല്ല, അതിലെല്ലാം ഉപരിയായിട്ട് ഒരു അനന്തതയുടെ ഒരു മനുഷ്യനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞില്ലേ, എന്നെ പിതാവ് ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവിൽ ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. വലിയ പദവി തരുമ്പോൾ അതൊന്നും വേണ്ട, ഞാനിങ്ങനെ ചാണകം പെറുക്കി പുറത്തുകൂടെ നടന്നാണെന്നാണ് പറയുന്നത്. അല്ല, കം ഇൻ ടു ദി അവയർനെസ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. ഏറ്റവും നിലനിൽക്കുന്ന ഐഡന്റിറ്റി അതാണ്. അതിലേക്ക് വരണമെങ്കിൽ മാനുഷികമായി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പല ദൗത്യങ്ങളിലൂടെയാണ് ദൈവത്തെ ഞാൻ സ്തുതിക്കേണ്ടത്. ഒത്തിരി ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കണം. സ്വന്തം ഭാര്യ, ഭർത്താവ്, മക്കൾ മാത്രമല്ല ഏൽപ്പിച്ചത്, ഈ ഇടവകയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അശരണരായി കഴിയുന്ന മാർജിനേറ്റഡ് പീപ്പിളുണ്ട്. ക്യാൻസർ രോഗികൾ, വിധവകൾ, വിഡോവർ, ജോലിയില്ലാത്തവർ, മദ്യപിക്കുന്നവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ലക്ഷ്യമില്ലാതെ നടക്കുന്നവർ. ഇവരിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ നമുക്കൊരു കരുണയില്ല എങ്കിൽ നമ്മളെങ്ങനെ ദൈവത്തിലേക്ക് അടുത്തു? അവസാനത്തെ ചോദ്യം നമുക്കറിയാമല്ലോ. ചോദ്യം എന്താ? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ ജയിലിലായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു. അതിനുത്തരം കൊടുക്കുന്നില്ലെങ്കിൽ സ്നേഹമായിട്ട് പരിണമിക്കുന്നില്ല. അത് പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ, യാക്കോബിന്റെ ലേഖനം മുഴുവനും അതാണല്ലോ. ഒരു പ്രവൃത്തിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ ആ സ്നേഹമാകുന്നില്ല. മനുഷ്യാവതാരത്തിന് ആവശ്യമില്ലായിരുന്നു. ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. മനുഷ്യരിൽ ഒരുവനായി ജനിച്ച് മാനുഷികമായ എല്ലാ പരിമിതിയിലൂടെയും കടന്നുപോയി പാപമൊഴിയെ എല്ലാ സഫറിങ്ങും ഏറ്റെടുത്തു. ഏറ്റവും വലിയ സഫറിങ് മെന്റൽ സഫറിങ് ആയിരുന്നു. ഫിസിക്കലി അവസാനത്തെ ഒരു ദിവസം തമ്പുരാൻ കൊടുത്ത അടിയും കുരിശുമരണത്തേക്കാൾ കൂടുതൽ തൻ്റെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും എല്ലാം നയിച്ചപ്പോൾ ഒത്തിരി സഹിച്ചു. മാനസികമായിട്ടുള്ള സഹനമായിരുന്നു. നമ്മളിത് സഹിക്കുന്നതും അതാണ്. എല്ലാവരും അത് മനസ്സിലാക്കുന്നില്ല. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് തന്നെ അറിവില്ലായിരുന്നു. ഞാൻ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ സെക്രട്ടറിയാണ് മെന്റൽ ഹെൽത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നത് മാനുഷിക അസ്വസ്ഥത എന്നത് മനസ്സിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. ഫിസിക്കൽ ഇൽനെസ് 75% ആണോ? അല്ലാണ്ട് വൈറസും ബാക്ടീരിയയും അറ്റാക്ക് ചെയ്യുന്ന കാലം കഴിഞ്ഞു. അങ്ങനത്തെ സ്മോൾ പോക്സും ചിക്കൻ പോക്സും എല്ലാം പലതും കുറേ കഴിഞ്ഞു. പിന്നെ കൊറോണ ഈയിടെ വന്ന് കയറി വൈറസായിട്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ക്രോണിക് സിക്നസ് മുഴുവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വികാരപരമായും നമ്മുടെ തലച്ചോറിലും നമുക്ക് വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ വേണം. അതുകൊണ്ടാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് എന്ന് പറയുന്നത്. തമിഴന്റെ കാലത്ത് ഈ ചുഴലി അസുഖമുള്ളവരും ശവക്കോട്ടയെ താമസിച്ച് വരുന്നവരും മയക്കുമരുന്ന് എടുത്തവരും വീട് വിട്ടുപോയവരും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ശാരീരിക സുഖമല്ല സഹിച്ചത്. ശാരീരികമായ സിംറ്റം വന്നു, പക്ഷെ മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒറ്റപ്പെട്ടവരായിരുന്നു. അല്ലേ? അങ്ങനെയാണ് മനുഷ്യനെ ഏറ്റവും സഹിക്കുന്നത്. മനുഷ്യനെ ഏറ്റവും വേണ്ടുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ മീനിങ് ആണ്. അസ്തിത്വത്തിൽ ഒരർത്ഥമുള്ള ജീവിതം നയിക്കണം. അസ്തിത്വത്തിൽ അർത്ഥമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും അർത്ഥം കണ്ടെത്തണം.
അപ്പോയിൻമെന്റ് കഴിഞ്ഞ് കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ജോലിക്ക് പോകുന്നില്ല, ഒത്തിരി ഫ്രീ ടൈം കിട്ടുന്നു അല്ലേ. ഉടനെ ബോറടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുന്നു. അല്ലാണ്ട് മനുഷ്യന് ചീത്തയായതുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. മാനസികാവസ്ഥയിൽ വന്ന വ്യത്യാസമാണ്. മാനസികമായിട്ട് ഒരു ലക്ഷ്യമില്ലായ്മയിലേക്ക് വന്നു, ഒരു ശൂന്യതയിലേക്ക് വന്നു, ഒരു ഏകാന്തതയിലേക്ക് മുഷിച്ചിട്ടിലേക്കും വന്നു. എനിക്കാരുമില്ലാന്നൊരു തോന്നല്, എൻ്റെ ചെറുപ്പത്തിലെ തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയെന്നുള്ളൊരു കുറ്റബോധം. ഇവിടെയൊന്നും വരണ്ടായിരുന്നു, ഉള്ളതുകൊണ്ട് നാട്ടിൽ ഒതുങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ ആരും നോക്കും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെ, ഇങ്ങനത്തെ വറി കയറി പിടിച്ചിരിക്കുകയാണ് എല്ലാവരും. ആ വറിയാണ് ആയുസ് ഏറ്റവും കെടുത്തി കളയുന്നത്. ആയുസ് കെടുത്തുന്നില്ലെങ്കിൽ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോവുക അല്ലേ. ക്വാളിറ്റി ഓഫ് ലൈഫ് പോവുക. മനുഷ്യരോട് മിണ്ടണമെന്നില്ല. ഇപ്പം ഇത്രയും പേരെ ഇവിടെ വന്നോളൂ. ഇപ്പം നാട്ടിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 200 പേര് വരും, അല്ലെങ്കിൽ 500 പേര് വരും. എന്തുകൊണ്ടാണ്? ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ ഒരു ടൈം ടേബിളും വെച്ച് ആ ടൈം ടേബിളിനെ പൂജിച്ചങ്ങ് പോവുക. മനസ്സിലാകുന്നുണ്ടോ? അല്ല, ജീവിക്കാനാണ് ഇവിടെ വന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. എങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തിനുള്ളത് ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. ഒരു മെൻ്റൽ സ്റ്റിമുലേഷനും സ്പിരിച്വൽ സ്റ്റിമുലേഷനും കൂടെ കിട്ടണം. ചിലർക്ക് എന്തിനാ പള്ളി പോകുന്നു, എന്തിനാ ക്ലാസ് കേൾക്കുന്നു, ഇനി വല്ലതല്ല പഠിപ്പിക്കാൻ പോകുന്നു, ഇനി എന്നാ വല്ലത്. അങ്ങനല്ല, ഒരു നർച്ചറിങ് ഓഫ് സെൽഫാണ് ഇതെല്ലാം. ഭക്ഷണം എന്തിനാ 2 നേരം കഴിക്കുന്നു എന്ന് ചോദിച്ച് ചോദ്യം പോലെ തന്നെയായത്. മനസ്സിനും ആത്മാവിനും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലേ മനുഷ്യൻ ലൈവായിട്ടിരിക്കുള്ളൂ. അത് ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. തോമസ് കുട്ടിയോട് പറഞ്ഞു, പലരും പല ടൈം ടേബിൾ പറഞ്ഞു, വ്യാഴാഴ്ചയല്ലേ എന്ന് വെച്ചാലും വെള്ളിയാഴ്ചയല്ലേ ശനിയാഴ്ചയല്ലേ പറയേണ്ടവന് പറയാൻ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. അതല്ല, പ്രയോറിറ്റി കൊടുക്കുന്നതനുസരിച്ചാണ് സംഗതി തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ജീവിക്കണം, എനിക്ക് അർത്ഥവത്തായിട്ട് ജീവിക്കണം, സന്തോഷവാനായിട്ട് ജീവിക്കണം, ഒരു റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ. ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സംതൃപ്തി ഈ ലോകത്തിലില്ല, പക്ഷെ ഒരു റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ മനുഷ്യനോ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. അതിന് കൂട്ടായ്മകൾ വേണം. പക്ഷേ ഏതായാലും ഈ പള്ളിയിൽ ആഴ്ച 3 ദിവസത്തെങ്കിലും കൂട്ടായ്മകളുണ്ടെന്ന് സുട്ടി പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. ഈ ആഴ്ച 3 പ്രാവശ്യത്തിൽ ഒരുമിച്ച് വരുന്നത് വലിയൊരു കാര്യമാണ്. സത്യത്തിൽ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഏറ്റവും വേണ്ടുന്നത് കമ്മ്യൂണിയനാണ്. ഒരു കമ്മ്യൂണിയനോ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരവസരം കിട്ടുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ കിട്ടും. കാരണം എന്താണെന്നറിയുമോ? എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. ഒരാളുടെ അനുഭവം മറ്റൊരാളുടെ അനുഭവത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ദുഃഖം കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തിന് ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. ഒരാളുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ വൈബ്രേഷൻ കിട്ടുന്ന സമയമാണ്, ഒരു ഇലക്ട്രിഫൈ ചെയ്യുന്ന സമയമാണ് ഈ കൂട്ടായ്മ. ഞാൻ അടുത്തതിലേക്ക് പോകാം. നമ്മൾ അതൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ പല കൂട്ടർക്കല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അതൊന്നും വേണ്ട. പോസിറ്റീവ് മെൻ്റൽ ഹെൽത്താണ് നമ്മൾ പറയുന്നത്. അതുള്ളൂ. ആ പ്രോസസ്സിലേക്ക് പോകാൻ ചെറുതായിരിക്കും. അതെ, അല്ലാതെ മതി. അച്ഛൻ മുന്നോട്ട് ഇരിക്കേണ്ട, മുന്നോട്ട് പോകാൻ പ്രോസസ് നേരെ മുന്നല്ല അതിന് വന്നാലും നമുക്ക് പല വിധത്തിലുള്ള ശാരീരിക ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് വന്നു കാണും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരു മൈനർ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. ഏത് ഫിസിക്കൽ ഇൽനെസ്സും ക്രോണിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു മാനസികാവസ്ഥയിൽ വ്യത്യാസം വരും. ഒരു മൈനർ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ മേജർ ഡിപ്രഷൻ അല്ല, ഒരു മൈനർ ഡിപ്രഷൻ. സിംറ്റം പറയാം. പൊതുവെ ഒന്നിനോടും താല്പര്യമില്ലായ്മ വരും, പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരും, സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യമില്ലാതായി പോകും, വികാരങ്ങൾക്ക് ഊഷ്മളത കുറയുന്നു, എല്ലാ വികാരം ഫ്ലാറ്റാകുക, ഇമോഷൻസ് എല്ലാം ഫ്ലാറ്റാകും. പിന്നെ തന്നെത്താനെ ഇരുന്ന് ഒരു സെൽഫ് പിറ്റി അടിക്കുക, പോരാ, ഒന്നും പോരാ, ഒന്നും ശരിയല്ല, ഒരു സെൽഫ് പിറ്റി. പിന്നെ ഗിൽറ്റ് ഫീലിംഗ്, ചെയ്യേണ്ടത് പലതും ചെയ്തു തീർത്തില്ല, അല്ലെങ്കിൽ നല്ലതുപോലെ ചെയ്തില്ല. പിന്നെ പകൽ മുഴുവൻ കിടക്കണമെന്ന് ഉറങ്ങണമെന്ന് ഒരു തോന്നൽ, എപ്പോഴും കിടക്കണം ഉറങ്ങണം എന്നൊരു തോന്നൽ, എപ്പോഴെഴുന്നേറ്റാലും ഒരു ക്ഷീണമാണ്. പിന്നെ ഒരു ആങ്സൈറ്റി, ആകാംക്ഷ കൂടുതലാണ്.
കാറെടുക്കണമെന്ന് പറയുമ്പോൾ ചങ്കെടുപ്പ് കൂടും, തുണി മാറണമെന്ന് പറയുമ്പോൾ ചങ്കെടുപ്പ് കൂടും, യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ ചങ്കെടുപ്പ്. ഒന്നും ചങ്കെടുപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം മുട്ടലും ഒരു നെഞ്ചിടിപ്പും കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു മൈനർ ആൻസൈറ്റി, ഒരു മൈനർ സാഡ്നെസ്, ഒരു മൈനർ ഗിൽറ്റ്, പിന്നെ പൊതുവെ ഒരു ലിത്താർജി, ഒരു ലാക്ക് ഓഫ് ആക്ടിവിറ്റി, ലാക്ക് ഓഫ് സോഷ്യൽ ലൈഫ്, നോ റീഡിങ് ഹാബിറ്റ്. വായനാശീലം കയ്യിൽ നിന്ന് വിട്ടുപോയി. ഉടനെ ബ്രെയിനിൻ്റെ സ്റ്റിമുലേഷൻ കുറഞ്ഞ് മറവി രോഗം കയറി വരും. അതിന്ന് നാട്ടിലും ഉണ്ട്. മക്കളെല്ലാം ഗൾഫിലും ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെയാണ്. തന്നെ ഇരിക്കുമ്പം വായനയില്ലാത്തവർക്ക് ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ബ്രെയിനിൻ്റെ അകത്ത് വലിയൊരു വ്യത്യാസം വരും, കെമിസ്ട്രി മാറാൻ തുടങ്ങും. ഉടനെ മറവി രോഗം വരും. ചെറിയ തോതിലാണ് ആദ്യമേ മറവി രോഗം വരുന്നത്, വിട്ടാണ് നമുക്ക് ഓർമ്മയില്ലാതെ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഫിസിക്കൽ ഇൽനെസ് ഒരു വലിയൊരു പ്രോബ്ലമാണ് ഈ പ്രായത്തിൽ. അതിനാണ് ഇത് പറയുന്നത്. ഓക്കെ, രണ്ടാമത് ഫൈനാൻഷ്യൽ പ്രോബ്ലം. നമ്മൾ ലാവിഷായിട്ട് പണം ചെലവാക്കിക്കൊണ്ടാണ് ജോലി ചെയ്തപ്പോൾ ജീവിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ലെവലിലേക്ക് നമ്മുടെ ഫൈനാൻസ് ചുരുങ്ങിയപ്പോൾ ദാനധർമ്മം ചെയ്യാനും വീട്ടുകാരെ സഹായിക്കാനും വരുന്നവരുമായിട്ട് പങ്കിടാനും പാർട്ടി നടത്താനും യാത്ര ചെയ്യാനും ഭക്ഷണത്തിനും ടൂറിന് പോകാനും ഒന്നും പൈസ അത്ര മിച്ചം വന്നൊന്നുമില്ല. ഉടനെ ഇവിടെ അതേ വരുന്നുള്ളൂ. നാട്ടിലങ്ങനെയല്ല, തീരെ കൈകെട്ടി പോകുന്നുണ്ട് മക്കൾക്ക് വീതവും കൂടി ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അവർ ഭക്ഷണം കൊടുത്താൽ കൊടുത്തു, അവർ പറയുന്നിടത്ത് പോയി, അങ്ങനെ ആയി മാറുന്നു. ഓക്കെ, പൂർ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. ഒരു ബ്രേക്ക് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ പോയാൽ അത് വലിയൊരു ഇതാണ്. ഞാൻ കുറേ ടെക്നിക്കുകൾ പഠിപ്പിക്കാം. മനസ്സിലാകുന്നില്ലേ? സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലാസ്സായിട്ട് പോയാൽ പോലെ കുറേ ടെക്നിക്കുകൾ അറിഞ്ഞിരിക്കും. ഓക്കെ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പഠിക്കണം. ഞങ്ങൾക്ക് വലിയ ലൈനുണ്ട്, ഓൺലൈൻ മെഡിറ്റേഷൻ ഗ്രൂപ്പുണ്ട്. ഓസ്ട്രിയയിലുണ്ട്, ജർമ്മനിയിലുണ്ട്. ഓൺലൈൻ മെഡിറ്റേഷൻ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഞാൻ അവിടെ 8:30 കയറും. അന്നേരം ഇവിടെയുള്ളവർക്ക് സമയം അനുസരിച്ച് അവർ കയറും. അങ്ങനെയാണ് അവർ കയറിക്കൊണ്ടേയിരിക്കും. യൂറോപ്പ് ആകുമ്പോൾ 4 മണിക്കൂർ 4.5 മണിക്കൂറിന് വ്യത്യാസം വരുന്നു. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓൺലൈൻ മെഡി. ഇപ്പം തോമസൂട്ടി ഇവിടെയാണെങ്കിലും അല്ലെണ്ണൂർ ഗ്രൂപ്പിന് അങ്ങനെ ഓൺലൈൻ ക്ലാസ് എന്നെ കൊണ്ടെടുപ്പിച്ചു. എന്തിനാ? ഓൺലൈൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ വീഡിയോ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തിനാ? സ്ട്രെസ് മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കും. ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ്. ആദ്യകാലത്ത് വന്ന പലർക്കും ഞാൻ പറഞ്ഞില്ലേ, അവനവൻ്റെ ജീവിതം നേടിയെടുക്കുന്ന എല്ലാം തൊഴിലും മാത്രം, പിന്നെ വോക്കൽ പ്രയറേ അറിയത്തുള്ളൂ. അതുമാത്രം പോരാ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അബ്രഹാം വോക്കൽ പ്രയർ മാത്രമല്ല ചെയ്യുന്നത്. അബ്രഹാം വോക്കൽ പ്രയർ ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാം. പതിവ് പോലെ അവൻ സിനഗോഗിൽ ചെന്നു യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം എടുത്ത് വായിച്ചു എന്ന് പറയുമ്പോൾ പതിവ് പോലെ യഹൂദനെ പോലെ തന്നെ അവിടുന്ന് സിനഗോഗിൽ പോയിരുന്നു, വായിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അത് വേറൊരു പോലെ. അതുകൂടാതെ ഏതൊരു വലിയ മിറക്കിളും ചെയ്തതിന് ശേഷം തമ്പുരാൻ പറയുന്നുണ്ട്, ശിഷ്യന്മാർ നമുക്ക് പോകാം, നമുക്ക് മലയിലേക്ക് പോകാം, വിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, അല്ലേ? എന്താണ് ഇപ്പോൾ തൻ്റെ പീഡാനുഭവം പോലും വരുന്നതിന് മുമ്പ് പ്രാർത്ഥനയിലെ ശക്തി കണ്ടെത്തിയത്. അതൊരു വലിയ മെഡിറ്റേഷനായിരുന്നു, പിതാവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം മാർത്താമായിലാണ് എവിടെയാണ് സംസാരിച്ചത്. അത് യോഗ മെഡിറ്റേഷൻ. ഞാൻ പറയും യോഗ മെഡിറ്റേഷൻ എന്നതാന്ന് എനിക്കറിഞ്ഞുകൂടാ. ക്രിസ്ത്യൻ മെഡിറ്റേഷനെ നമുക്കറിയുന്നു. ഈ ഉപയോഗിക്കുന്ന എല്ലാം കോമൺ ടേംസ് അല്ലേ. അപ്പം വാട്സപ്പിലും ഗൂഗിളിലും എല്ലാം പോയി സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തേതൊക്കെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. നമ്മളൊരു ഇൻറ്റിമസി വിത്ത് ജീസസ് ഉണ്ടാക്കണം, ഇൻറ്റിമസി വിത്ത് ഗോഡ് ദ ഫാദറും ഗോഡ് ദ സ്പിരിറ്റും ഉണ്ടാക്കണം. അവിടെയാണ് നമ്മൾ പർപ്പസ്ഫുൾ ആകുന്നത്, നമ്മൾ അലൈവ് ആകുന്നത്, നമ്മൾ ഹെൽത്തി ആകുന്നത്. ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ ഈ സ്ട്രെസ് എടുത്തു കളയണം. സ്ട്രെസ് എടുത്തു കളയണമെങ്കിൽ ഒരു മെത്തഡോളജി ഫോളോ ചെയ്തേ പറ്റും. ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്നവർ തന്നെ 20 മിനിറ്റ് എന്ന് മാറ്റി വെക്കണം ഇതിനായിട്ട്. സോ ദാറ്റ് മൈ സ്ട്രെസ് ഈസ് ഔട്ട് ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ്, അല്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് ഈ പിശാചുകളെല്ലാം ഇറക്കി വിടണം. എന്താ മോസ്റ്റ് ഓഫ് ദ സ്ട്രെസ്? എന്താ? ഇമോഷൻസാണ്, വികാരങ്ങളാണ്. അവയെല്ലാം ലൈസ് ഓഫ് ദ ഡെവിളാണ്. അതെല്ലാം പിശാചിൻ്റെ നുണകളാണ്. അതിനെയാണ് നമ്മൾ താങ്ങിപ്പിടിച്ച് നെഞ്ചത്ത് വെച്ച് ഉറക്കം കെട്ട് കിടക്കുന്നത്. എടുത്തു കളയണ്ടേ? വേണ്ടേ? അരിശമെന്ന് പറയുന്നത് എത്ര നേരത്തേക്ക് അതിനകത്ത് സത്യമുണ്ട്? പറ, എത്ര നേരത്തേക്ക് ആരിശത്തിന് സത്യമുണ്ട്? വളരെ തുച്ഛമായ നേരത്തേക്കേ ഉള്ളൂ. അതിൻ്റെ പുറത്തൊരു തീരുമാനം എടുക്കി അത് ചിന്തിച്ച് കളഞ്ഞ് ബ്ലഡ് പ്രഷർ കൂട്ടുകയും ചെയ്യുന്നത് പിശാചിൻ്റെ നുണയല്ലേ? അവൻ ആയുസ് കെടുത്ത് കാണുന്നുണ്ട്. എന്തിനാ? അത് ദൈവത്തെ സ്തുതിക്കാനല്ല,
ദൈവത്തിൽ നിന്ന് അകന്നു പോയി നമ്മളോട്. അതാ മനസ്സിലാക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, മെന്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഇന്റർട്വൈൻഡ് ആണ്, പിരിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാണ്ട് മെന്റൽ ഹെൽത്ത് വേറൊരു ഇഷ്യൂ അല്ല. വേറെ ചിലര് ഇങ്ങനെ അരിശം വന്നതിൻ്റെ പേരിൽ പോയി കുടിക്കാൻ തുടങ്ങും. ഭാര്യയെ തോപ്പിക്കാൻ, ഭർത്താവിനെ തോപ്പിക്കാൻ, മക്കളെ തോപ്പിക്കാൻ, തൻ്റെ എംപ്ലോയറെ തോപ്പിക്കാൻ. അതിനകത്ത് വല്ല കഥയുണ്ടോ? അവർ തോറ്റോ? ആരാ തോറ്റത്? പിശാചിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു വീണ്ടും. ബാഡ് ഹാബിറ്റ്സ് പിക്കപ്പ് ചെയ്യുന്നത് ആങ്കറാണ്. ആങ്കർ കംസ് ഫ്രം ദ റൂട്ട് ഓഫ് ഷെയിം. എന്നെ കൊള്ളുകയല്ല എന്നാരോ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചതുകൊണ്ട്. ദൈവം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ഡൈഡ് ഫോർ യു എന്ന് പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നത്. സോ ദേർ ഐ ആം റിയലി റോങ് സ്പിരിച്വലി, അല്ലേ? അങ്ങനെ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ പറ്റും. ഞാനത് വേണ്ടിയിട്ട് അധികം സമയം ഇപ്പം കളയുന്നില്ല. പുവർ സപ്പോർട്ട് സിസ്റ്റം. എന്താ പുവർ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മൾ അമേരിക്കയിലേക്ക് വന്നപ്പം ആദ്യകാലത്ത് കുറേ പേരെ എല്ലാം വീട്ടുകാരെ എല്ലാം പൈസ കൊടുത്തും റെക്കമെൻഡ് ചെയ്തും ജോലി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അവർ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും. അവരവരുടേതായ കാലത്ത് പോയി. നാട്ടിലോട്ട് ചെല്ലുമ്പോൾ കഥയെ കൊട്ടിയാൽ പോലും തുറക്കലായിരിക്കും. ജർമ്മൻകാർ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ കാര്യം പറയും. തന്നത് ഇവരാണെന്നും അവരുടെ തന്നെ തറവാട് തട്ടിപ്പറിക്കുകയും അപ്പനെ കൊണ്ട് ഒപ്പിട്ടിടുകയും വീതമുള്ളതെല്ലാം നല്ലതെടുക്കുകയും റോഡ് കയറുകയില്ലാത്തടത്ത് നിങ്ങൾക്കൊരു മുറി ഇടുകയും ഇങ്ങനെയെല്ലാം ചെയ്ത് ഒത്തിരി അനീതികൾ ചെയ്ത ഓർമ്മകളായിട്ട് സപ്പോർട്ട് സിസ്റ്റം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒത്തിരി പേർക്ക്. നമ്മുടെ സ്ഥലത്തില്ല എങ്കിൽ ആരും എന്തും ചെയ്യും. മനുഷ്യൻ സ്വാർത്ഥത, ഒറിജിനൽ സിൻ, ആ ഉത്ഭവഭാവം മനുഷ്യനെ കയറി ഗ്രസിക്കുകയാണ്. ദൈവത്തെ പോലെ ആകണം, ഞാൻ ദൈവമാണ്, ഈ ലോകമാണ് ഏറ്റവും വലിയ ഉയർച്ച എന്നെല്ലാം കരുതി തട്ടിപ്പറിച്ച് എല്ലാവരുടെയും കൂട്ടി വെക്കുന്ന കുറേ മനുഷ്യർ നാട്ടിലുണ്ട്, ഇല്ലേ? ഉണ്ട്. എന്താ സംഭവിച്ചത്? പുവർ സപ്പോർട്ട് സിസ്റ്റം. എന്താ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? ഏതൊരു കുടുംബത്തിൽ ജീവിച്ചവനും സപ്പോർട്ട് സിസ്റ്റം വേണം. ആ സപ്പോർട്ട് സിസ്റ്റം ഇമ്മീഡിയറ്റ് ഫാമിലി കൊണ്ട് മാത്രം മനുഷ്യന് ഉത്തരം കിട്ടുന്നില്ല. സഹോദരങ്ങളില്ല എങ്കിൽ അയൽവാസികൾ വേണം, ഇടവകയിലുള്ളവർ വേണം, കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർ വേണം, ഒരേ തൊഴിൽ ചെയ്യുന്നവർ വേണം, ഒരേ പാർട്ടിക്കാർ വേണം, ഒരേ മതസ്ഥർ വേണം, ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്നവർ വേണം. പല ലെവലിലുള്ളവരുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾ ബൈബിളിലോട്ട് നോക്കിക്കേ, ഇസ്രായേൽ ജനം എങ്ങനെയാണ് യാത്ര ചെയ്തത്? സംഘയാത്ര, കൂട്ടായ്മയിലാണ് പോയതല്ല. അതിലാണ് അവർ ഇന്നും അവർ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. എവിടെയാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും, അല്ലേ? അത് തന്നെയാണ് ഇസ്ലാമും ചെയ്യുന്നത്. ക്രിസ്ത്യാനിക്കൊന്നില്ല, ചുറ്റും മതിൽ കെട്ടി തന്നെത്താനെ ജീവിക്കുക. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കവിത അതാ പറയുന്നത്, അകത്തായ പുറത്ത് നായ വലിയ വീട് ചുറ്റും മതിൽ. ഇതാണ് ക്രിസ്ത്യാനി. ഓക്കെ, ഓരോരുത്തരുമായിട്ട് ബന്ധമില്ലാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ള സുഖക്കേടല്ല ഇങ്ങോട്ട് പിടിച്ചു വരുത്തുക. പിന്നെ പ്രമേഹത്തിന് ഒരു മരുന്നായി, പ്രഷറിന് വേറൊരു മരുന്നായി, അലർജിക്ക് വേറൊന്നായി, ഇങ്ങനെയൊക്കെ നമ്മൾ പോവുക. ഇതെല്ലാം നമുക്ക് മറക്കാം. നമ്മളെ തന്നെ മറന്ന് മനുഷ്യരോട് ഇടപെടുക. വോളണ്ടറി വർക്ക് ചെയ്യണം. വോളണ്ടറി വർക്ക് ചെയ്യുന്ന ചിലവർക്ക് ഇവർക്ക് കീർക്കുക, ഇവർ ഭരിക്കുക, ഇവർക്ക് വീട്ടിൽ സന്തോഷമില്ലാഞ്ഞിട്ടാണ്. മനുഷ്യരെന്തും പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ മനുഷ്യർ പറയുന്നതാകുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ സംതൃപ്തി പരിശുദ്ധാരൂപിയുടെ ഗൈഡൻസുമാണ് നോക്കേണ്ടത്. ദൈവം എന്നോട് എന്ത് ചോദിക്കുന്നു, എന്ത് പറയുന്നു, ഞാൻ നല്ല മനുഷ്യരുടെ ഗൈഡൻസ് എടുക്കുന്നു, അവരുടെ ഒരു ഗൈഡൻസ് കിട്ടിയാൽ മതി എനിക്ക്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും വോളണ്ടറി വർക്ക്, എന്തുമാത്രം അറിവും കഴിവും സാധ്യതകളും ദൈവം തന്നിട്ടുണ്ട്, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ സപ്പോർട്ട് സിസ്റ്റം കൂടുന്നുണ്ട്. സപ്പോർട്ട് സിസ്റ്റം കൂടും. ഉടനടി തന്നെ ഫോൺ വിളിക്കാൻ ആളുണ്ട്, ഫോൺ എടുക്കാൻ ആളുണ്ട്, കേട്ടിരിക്കാൻ ആളുണ്ട്, ചോദിച്ചാൽ ഉത്തരം തരാൻ ആളുണ്ട്, വന്നാലൊരു സ്ഥലമുണ്ട്, ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ആളുണ്ട്. എന്തിൻ്റെ പേരിൽ? പണത്തിൻ്റെ പേരിലല്ല. സപ്പോർട്ട് സിസ്റ്റം അത് കുറഞ്ഞു പോയതാണ്. ജർമ്മൻകാരനോട് പറഞ്ഞു, കണ്ടമാനം കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം പിന്നെ ഒരു പൂച്ച വളർത്തി അവരെങ്ങനെ പൂച്ചയ്ക്ക് പേര് കൊടുത്ത് അതിനെ ഉമ്മ വെച്ച് നടക്കുകയാണ്. പൂച്ച സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഹോബികളും നല്ലതാണ്. ഇത് തന്നെ സ്ട്രെസ് മാനേജ്മെന്റിൻ്റെ അകത്ത് ഒരെണ്ണമാണ് ഹോബികൾ. പട്ടിയോ പൂച്ചയോ വളർത്തുക എന്ന് പറയുന്നത്, ബേർഡ്സോ ചെറിയ എവിടെയും താറാവ് പോലെ ഒരു സാധനമുണ്ട്, പീസ്, അത് വേണമെന്നാണ്. എന്നാ പലത് എന്തിനാണെന്നറിയോ? ലൈഫ് വി ക്യാൻ ഓൺലി ബി കണക്റ്റഡ്.
ഒന്നൊന്നിനോട് കണക്ട് ചെയ്താലേ ലൈഫ് നിലനിൽക്കുള്ളതാണ്. ലൈഫ് നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥന മൂലമോ പ്രവൃത്തി മൂലമോ സാന്നിധ്യം മൂലമോ സ്നേഹം മൂലമോ കണക്റ്റഡ് ടു അനദർ ലൈഫ് എങ്കിലേ ലൈഫ് നിലനിൽക്കും. അതാ എൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഹോബികൾക്കകത്തത് അപ്പോൾ സപ്പോർട്ട് സിസ്റ്റം കണ്ടെത്തുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ല. പേഴ്സണലി ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയാം അല്ലേ. പിന്നെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇത് ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? ഇത് ഞാൻ എവിടെയോ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു സിസ്റ്റർ ഇനി വെജിറ്റേറിയൻ ഡയറ്റ് പറയാൻ ഇവിടെ വന്നിരിക്കുന്നു. വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കണമെന്ന് ഞാൻ പറയല. മുട്ട കഴിക്കാം, മീനും കഴിക്കാം, ഇറച്ചി വല്ലപ്പോഴും കഴിച്ചോളൂ. കഴിക്കേണ്ട തീർത്തും അങ്ങനെ ഞാൻ ഫനാറ്റിക്കായിട്ട് പറയില്ല. ഞങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആൽക്കഹോൾ ഡ്രഗിന് അഡിക്റ്റ് ചെയ്തവരും അലർജി ഉള്ളവരും ക്യാൻസർ അല്ലാത്ത ട്യൂമർ ഉള്ളവർക്കും എല്ലാവരും 40 ദിവസം കൊണ്ട് വളരെ നോർമലാകുന്നത് നമ്മൾ കാണും. ഇത് അവിടെ നേച്ചർ ക്യൂർ സെൻ്ററുകളുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? കണ്ണമാനം ഇറച്ചി കഴിച്ചാൽ പറ്റുന്ന എന്താണെന്നറിയോ? ശരീരത്തിൽ ബൗൾ മൂവ്മെൻറ്റ് വരെ കുറയും. മനസ്സിലാകുന്നില്ലേ? കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും. എന്നാൽ റോ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുന്നവർക്ക് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു ആൻറ്റി ഡിപ്രസൻ്റാണ്. അതുകൊണ്ടാണ് എലൈവായിട്ടിരിക്കുന്നത്. വയസ്സ് 75 കഴിഞ്ഞ് ഞാൻ സംസാരിക്കുന്നത് നോക്കണം. ഈ എലൈവായിട്ടിരിക്കണമെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യും. ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയും നമ്മുടെ മൂവ്മെൻറ്റും നമ്മുടെ നടപ്പും എല്ലാം പുറകോട്ട് പോകും. അതുകൊണ്ട് ഒരു ഡയറ്റെങ്കിലും സാലഡ് ആൻഡ് ഫ്രൂട്ട്സ് കൊണ്ട് നിർത്തണം. മനസ്സിലാകുന്നില്ലേ? അത് വലിയൊരു പോയിൻ്റാണോ എന്ന് ചോദിച്ചാൽ വലിയ പോയിൻ്റാണ്. ആയുഷ്കാലം എന്നെ അറുതിയില്ലാതെ ജീവിക്കാനാണോ കുഞ്ചൻ നമ്പ്യാരുടെ കാലമില്ലാത്ത കാലം വരാനല്ല പറയുന്നത്. ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരു മനുഷ്യത്വം കളയാതെ ജീവിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. ഏറ്റവും എളുപ്പം ചുമ്മാ എവിടെയെങ്കിലും പോയി ബർഗറോ മറ്റേത് പിന്നെ ബ്രെഡ്, ഈ മൈദ എന്ന് പറയുന്നതേ ചള്ള. മൈദയും ഉപ്പും കഴിയുന്നതും ഒഴിവാക്കുക. മൈദയും ഉപ്പും എല്ലാവരും നോക്കുമ്പം ബ്രെഡിൽ പീനട്ട് ബട്ടർ അടിച്ചും ബ്രെഡിൻ്റെ അകത്ത് ഫിഷ് ഫില്ല് വെച്ചും എല്ലാം തീറ്റയടാ തീറ്റ. ഞാൻ പറഞ്ഞു ബ്രെഡ് ഇങ്ങനെ തിന്നരുത്. നാട്ടിലാരും തിന്നുകയല്ല ബ്രെഡ് അങ്ങനെ. എന്താണെന്നറിയാമോ? ചപ്പാത്തിയോ ചോറോ കഴിക്കുന്നത് പോലെയല്ല ബ്രെഡ്. പ്രോസസ്ഡ് ഫുഡ് എല്ലാം ക്യാൻസറസ് ആണ്. കാരണം ഒത്തിരി കെമിക്കലിൻ്റെ അകത്തൂടെ കടന്നു പോയതാണ് ഈ ബ്രെഡിൻ്റെ അകത്തെ മൈദ എന്ന് പറയുന്നത്. അതിനകത്ത് പിന്നെ യാതൊരു വിധത്തിലുള്ള ന്യൂട്രിയൻസ് പിന്നെ ഇല്ലതാണ്. ചുമ്മാ വയറ് നിറയ്ക്കാനുള്ള ഒരു സാധനം, വെറുതെ ന്യൂട്രൽ സാധനമല്ലത്. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ഡയറ്റ് ഒന്ന് നോക്കണം. ധാരാളം വെള്ളം കുടിക്കണം. എഴുന്നേൽക്കുമ്പോഴേ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. മറക്കാതിരിക്കാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പല്ല് തേച്ച് കഴിയുമ്പോഴേ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേറെ ഏതൊരു ജോലിക്കും പോകാവുള്ളൂ. ശരീരത്തിൽ വേണ്ടുവോളം വെള്ളം വേണം. 60% കൂടുതൽ വരുന്ന ബ്ലഡ് തലച്ചോറിനാണ് വേണ്ടിയത്. വെള്ളമില്ലെങ്കിൽ അത് അത്രയൊക്കെ ചെല്ലുകയില്ല. വെള്ളം വേണം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതും ഈയിടെ ഒരു സ്റ്റഡി നടത്തി. മറ്റക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഏറ്റവും ആയുസ് കൂടുതൽ 100 വയസ്സിന് മുകളിലുള്ളവർ തന്നെ 100 പേര് കൂടുതലുണ്ട്. കാരണം അവിടുത്തെ വെള്ളം വളരെ നല്ലതാണ്. ആ വെള്ളം എല്ലാവരും കുടിക്കുന്നവർ വന്നു. മനസ്സിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആയുസ് നീട്ടാനല്ല പറയുന്നത്. നമ്മൾ ഉള്ള അസുഖങ്ങളെ എല്ലാം കൂട്ടുപിടിച്ച് ഒരു പകുതി ചത്താണോ ജീവിക്കേണ്ടത്? അല്ലല്ലോ. എലൈവായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത്. അത് സെയിന്റ് അത്തനേസിയസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? Man fully alive is the glory of God. Man fully alive is the glory of God. സെയിന്റ് അത്തനേസിയസ് ഏത് കാലത്തുള്ള ഒരു പിതാവാന്ന് നോക്ക്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് Man fully alive is the glory of God. എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കളയാതിരിക്കണമെങ്കിൽ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡയറ്റ്. വേറൊന്ന് സ്ലീപ്പ് ഹൈജീൻ. ചിലർ ഈ നാട്ടിൽ ഞാൻ വന്നപ്പോൾ കണ്ടു, ചെറുപ്പക്കാർ കൂടുതലും രാത്രി 12-1 മണി കഴിഞ്ഞേ ഉറങ്ങുള്ളൂ. പിന്നെ കിടന്ന് പോത്ത് പോലെ ഉറക്കുക 7-8 മണി കഴിഞ്ഞ്. അത് ശരിയല്ല. വെരി അൺഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കരുത്. പിള്ളേരെ പഠിപ്പിക്കുന്നത്. നമ്മൾ വയസ്സ് 60 കഴിഞ്ഞവരെല്ലാം 7 മണിക്കൂർ ഉറങ്ങണം. ഉച്ചയ്ക്ക് 1 മണിക്കൂറെങ്കിലും വിശ്രമിക്കണം. അത് പറ്റിയില്ലെങ്കിൽ നമ്മളത് ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വിശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ തലച്ചോറിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുകയുള്ളൂ. സ്ലീപ്പ് ഹൈജീനും. പിന്നെ ഒത്തിരി മൊബൈൽ ഉപയോഗിക്കരുത്. അതിൻ്റെ ബ്ലൂ ലൈറ്റ് മെലനിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കെമിക്കൽ നശിപ്പിച്ച് കളയുന്നുണ്ട്.
അതുകൊണ്ട് ഉറക്കക്കുറവ് വരുന്നുണ്ട്, ഡിമെൻഷ്യ വരുന്നുണ്ട്, ഫോക്കസ് ഓഫ് അറ്റൻഷൻ പോകുന്നുണ്ട്. നമ്മൾ ഒന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ നമ്മുടെ പോകുന്നുണ്ട്. പിന്നെ റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ പോകുന്നുണ്ട്, മറ്റു ഹോബികൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ടി വിയും ഈ മൊബൈലും മാത്രം ഉപയോഗിച്ച് വാർദ്ധക്യം കളയരുത്. ലൈഫ് സ്റ്റൈലിനകത്ത് ഇപ്പോൾ പ്രത്യേകം പഠിപ്പിക്കുന്നതാണ് ഈ മൊബൈൽ ആൻഡ് ടി വിയുടെ ഉപയോഗം കുറച്ചിട്ട് പുറത്തുകൂടെ നടക്കുക, ഗാർഡനിങ് ചെയ്യുക, പട്ടിയോ പൂച്ചയോ വളർത്തുക, മനുഷ്യരെ എല്ലാം ഫോൺ വിളിക്കുക. ഫോൺ വിളിക്കുമ്പോൾ ഈ ലൈറ്റ് വരുന്നില്ല, മനസ്സിലാകുന്നില്ലേ? ഫോൺ വിളിച്ച് സംസാരിക്കുക, ഇങ്ങനെ കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്സപ്പിന് ഒരു പൈസയും ചിലവാകുന്നില്ല. ഒരു 2 മിനിറ്റ് വീതം എല്ലാവരോടും സംസാരിച്ചാൽ ലൈഫ് സ്റ്റൈലിനകത്ത് ഒരു സ്റ്റിമുലേഷൻ കിട്ടും. ഉറക്കം മറന്നേക്കാൻ. ഓക്കെ, പിന്നെ ലൈഫ് സ്റ്റൈലിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സർസൈസാണ്. വലിയ കൂടി എക്സസൈസ് ചെയ്യത്തില്ലെങ്കിൽ ഇവിടെയെല്ലാം 2 നിലയാണല്ലോ വീട്. ഒരു 20 പ്രാവശ്യം കയറി ഇറങ്ങിക്കും. അറ്റ് എ ടൈം വേണ്ട, പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മുട്ടിന് ഇത് കിട്ടും, മനസ്സിലാകുന്നില്ലേ? മുട്ട് മടക്കിയ നൂലുകയും ചെയ്യണമെങ്കിൽ കയറി ഇറങ്ങണം. ഒരു 20 പ്രാവശ്യം കയറി ഇറങ്ങുക. ഇനിയിപ്പോൾ എല്ലാം കൂടെ താഴെ മാത്രം ഉള്ളിടത്തോടെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയരുത്, അങ്ങനെ ചെയ്യരുത്. മനഃപൂർവ്വം കയറി ഇറങ്ങുന്നതാണ്, വലിയൊരു എക്സസൈസാണ്. പിന്നെ ഞാൻ ഫുഡ് റിഫ്ലക്സോളജി പഠിപ്പിക്കാം, റിഫ്ലക്സോളജി അതും കാണിച്ചു തരാം. അതും സ്ട്രെസ് മാനേജ്മെൻ്റ് ഒരു ഭാഗമാണ്. എന്നറിയോ, ശരീരത്തിൻ്റെ എല്ലാ ഞരമ്പും അവസാനിക്കുന്നത് കൈപ്പത്തിയിലും കാൽപ്പത്തിയിലുമാണ്. ചൈനീസ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാം. ഓക്കെ, ഈ കൈപ്പത്തിയും കാൽപ്പത്തിയും എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. എല്ലാ ഇന്റേണൽ ഓർഗൻസും ലൈവായിട്ട് വരും. ഓക്കെ, അത് എക്സസൈസ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മീനിങ് ഫുൾ ആകണമെങ്കിൽ വോളണ്ടറി വർക്ക് എന്തെങ്കിലും ചെയ്യും. വോളണ്ടറി വർക്ക് ചെയ്യുമ്പോൾ ഒരു പർപ്പസ് ജീവിതത്തിലുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ടല്ല ദൈവം ജീവൻ നൽകിയത്. ഞാൻ ആരുടെയെല്ലാം ജീവനെ പ്രൊമോട്ട് ചെയ്തു. 100-ൽ നിന്ന് മാർക്കിടും, 100-ൽ നിന്ന് ഇപ്പോൾ മാർക്കിടും, അല്ലെ 10-ൽ നിന്ന് മാർക്കിടും, പാസ് മാർക്ക് കിട്ടുമെന്ന് നോക്കും. വോളണ്ടറി വർക്ക്, സർവീസ് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയത് എനിക്ക് ജീവിക്കാൻ, എന്നെ അത് മാത്രം, അത് സർവീസ് അല്ലെന്നല്ല പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സർവീസ് ഓർഗനൈസ്. അല്ലാണ്ട് ഞാൻ എത്ര പേർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കും. 10-ൽ നിന്ന് അല്ലെങ്കിൽ 100-ൽ നിന്ന് മാർക്ക് കിട്ടുന്നു. എത്ര പേരെ ഞാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം, നേരത്തെ ഉള്ളതല്ല. എത്ര പേർക്ക് ഞാൻ ഒരു സപ്പോർട്ടാണ്, എത്ര പേർക്ക് എന്നെ കാണുന്ന ഒരു സന്തോഷമാണ്, എത്ര പേരോട് ഞാൻ സംസാരിക്കുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, എത്ര പേരെ ഞാൻ ആശ്വസിപ്പിക്കുന്നു, എത്ര പേർക്ക് ഞാൻ ഒരു ആനന്ദം കൊടുക്കുന്നു, എത്ര പേരുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു, എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലും, ഒരു സ്നേഹ സാന്നിധ്യമായി മാറുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഞാനൊരു കുർബാനയായി മാറുന്നു. ഞാൻ മാരാമൺ കൺവെൻഷൻ്റെ അത് ഞാൻ ഇപ്രാവശ്യം സംസാരിച്ചതാണ്. ഓരോ വ്യക്തിയും ഒരു കുർബാനയായി മാറണം. സ്വയമേ കൊടുക്കുന്നു, സ്വയമേ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുണ്ടെങ്കിൽ മീനിങ് ഫുൾനെസ് അങ്ങനെ വരുള്ളൂ. മീനിങ് ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷനാണ്. അത് വരണമെങ്കിൽ ഒരു കണ്ടംപ്ലേറ്റീവ് പേഴ്സണാണ്. എല്ലായിടത്തും ദൈവ സാന്നിധ്യം കണ്ട് ദൈവത്തെ കൊടുക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. എല്ലാവരെയും അതിനായിട്ട് വിളിച്ചതാണ്. അല്ലാണ്ട് മെത്രാനും മാർപ്പാപ്പായും മാത്രമല്ല വിശുദ്ധിയിലേക്ക് വളരാൻ വിളിച്ചത്. ഓരോ വ്യക്തിയും വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചത്. ഈ വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വരുന്ന വോളണ്ടറി വർക്ക് സർവീസ്. ഓൾറൈറ്റ്, റീഡിങ് ഹാബിറ്റ്സ്. പത്രം എടുത്ത എല്ലാവർക്കും വായിക്കാൻ തോന്നുകയില്ലായിരിക്കും, ഫുള്ളോ പരസ്യമാണ്. പക്ഷേ എന്തെങ്കിലും നല്ല ഗ്രന്ഥം മേടിച്ച് വായിക്കാൻ വരുന്ന ഞാൻ ചോദിക്കുന്നു. വിശുദ്ധരുടെ ജീവിതമുണ്ട്. ബൈബിള് വായിക്കണം. ബൈബിള് വായിക്കുന്നത് കൂടാതെ നല്ല മനുഷ്യർ ബിബ്ലിക്കലായിട്ട് ജീവിച്ചവരെ കുറിച്ചും കൂടെ വായിക്കണം. പിന്നെ അല്ലാത്ത തമാശ സ്റ്റോറികൾ വായിക്കണം. നല്ല ഇമാജിനേഷൻ്റെ അകത്ത് എഴുതിയ സ്റ്റോറികളുണ്ട്. കഴിഞ്ഞ ദിവസം ഫിലഡൽഫിയ ചെന്നപ്പോൾ ഒരു പുസ്തകം എനിക്ക് തന്നു. എനിക്ക് 3 ദിവസം അത് വായിക്കാനത് വളരെ ഇഷ്ടം തോന്നുന്നു. ഇമോഷൻസ്. അത് ഡോക്ടർ വിനു ഡാനിയൽ എന്ന് പറയുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ്, മർത്തമായത്. അദ്ദേഹം തന്നാണ്. ഞാനത് 3 ദിവസം വായിച്ചു, വീണ്ടും വായിച്ചിട്ട് ഞാൻ എൻ്റെ മഠത്തിൽ കൊടുത്തിട്ട് പോകുന്നു. വായിക്കുന്നത് എന്താണെന്നറിയോ, വായിക്കും തോറും നമ്മുടെ അറിവ് എത്രയോ ചെറുതാണെന്ന് മനസ്സിലാകും. നമ്മുടെ ലോകത്തെ കാണുന്ന രീതി എത്രയോ ശുഷ്കിച്ചതാണെന്നും വളരെ നാരോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും.
വായിക്കും തോറും നമുക്ക് ജീവിതത്തെക്കുറിച്ച് വിപുലമായ ഒരു കാഴ്ചപ്പാട് കിട്ടും, ജീവിക്കാനുള്ള ഒരു ആവേശം കിട്ടും. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ കുറ്റം പറയാതെ നല്ല വർത്താനം പറയുന്നതാണ് അല്ലേ? അറിവൊരു പവറാണ്. എവരി പവർ ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെതാണല്ല. അതിനകത്തൊരു പങ്ക് ചെയ്യും. അതൊന്ന് വായിക്കണം കേട്ടോ, വായിച്ചില്ലെങ്കിൽ തലച്ചോറ് മന്തിപ്പോയി. പിന്നെ ഒരു ആണ്ടിലൊരു 3 വട്ടമെങ്കിലും എവിടെയായാലും പുറത്ത് പോകണം. വീട്ടിൽ തന്നെ ഇങ്ങനെ എൻ്റെ ടൈം ടേബിൾ, എൻ്റെ അപ്പോയിൻമെൻറ്റ്, എൻ്റെ ഡോക്ടറെ കാണുന്നത്, എൻ്റെ കുത്തിവെപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. ആണ്ടിൽ 3 വട്ടമെങ്കിലും വീട്ടിൽ പുറത്ത് പോകണം, 2-3 ദിവസമെങ്കിലും. അത് പള്ളിയിൽ നിന്നൊരു ധ്യാനം അറേഞ്ച് ചെയ്യാം, പള്ളിയിൽ നിന്നൊരു എക്സ്കർഷൻ അറേഞ്ച് ചെയ്യാം. സമപ്രായക്കാരും അയൽവാസികളും കൂടെ എന്തെങ്കിലും ഒരു ട്രിപ്പ്, വലിയ പൈസ ചിലവാകുന്നതല്ല. പക്ഷേ ഒരു ഔട്ട് ഓഫ് പ്ലേസിലേക്ക് പോകുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റിമുലേഷൻ കിട്ടും. അപ്പോഴുണ്ടാകുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. തമ്മിൽ ഹഗ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ കൂടും, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ കൂടും, കൂട്ടായ്മയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ കൂടും. അങ്ങനെയാണ് ആയുസ് വളരുന്നത്. ആയുസ് കൂടുന്നത് ജീവൻ വൈബ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഓക്സിറ്റോസിൻ. അത് കണ്ടെത്തിയിരിക്കുന്നതാണത്, വെറുതെ ഇരുന്ന് കിട്ടുകയല്ലത്. പിന്നെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ കിട്ടുന്നതാണ് സെറട്ടോണിൻ, ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡോപ്പമിൻ. ഇത് 3ഉമാണ് മനുഷ്യൻ്റെ മാനസികാരോഗ്യം നിലനിർത്തുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യണം കേട്ടോ, അത് പറയാനാണ് പറഞ്ഞത്. പിന്നെ ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയസ്. ചിലർ ഞാൻ പറഞ്ഞില്ലേ, വെറും വായി ചെല്ലുന്ന കുറേ പ്രാർത്ഥന ഇങ്ങനെ തൊളോന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുപോലും എന്നതാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ നീ പരിശുദ്ധനാകും. ചിന്തിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എന്നെ കൊണ്ടത് പറയാൻ നീ അനുവദിച്ചല്ലോ. പരിശുദ്ധനായ നിന്റെ മുമ്പിൽ ഒരു സ്തുതി അർപ്പിക്കുവാൻ, നിന്നെ പോഴ്ത്തുവാൻ ഞാൻ ആരാണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ലയിക്കണം. ഓക്കെ, ഓരോ വാക്കും കണ്ടംപ്ലേറ്റീവ് ലെവലിലേക്ക് മാറ്റുന്നതാണ് സ്പിരിച്വാലിറ്റി. അതായത് നമ്മൾ വെറുതെ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം ഞാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കർത്താവുമായിട്ടിരുന്ന് ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ എല്ലാ വറികളും അൺസോൾവ്ഡ് പ്രോബ്ലംസും കളയാൻ പറ്റും. നമ്മളെന്തിനീ ഒത്തിരി കടന്നുകൊണ്ട് വറി ചെയ്യുന്നത്? എല്ലാം അറിയുന്ന ഒരാളില്ലേ, എല്ലാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളില്ലേ, സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്ന ഓരോ ഹാർട്ട് ബീറ്റും അവിടുന്ന് തരുന്ന, ഓരോ ശ്വാസോച്ഛ്വാസവും അവിടുന്ന് തരുന്ന. അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് സറണ്ടർ ചെയ്യുന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫ്രീ ആവും. ഓക്കെ, എന്നാ നെക്സ്റ്റ്. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം, ഇച്ചിരി വല്ലവരും എല്ലാവരും മരുന്നെടുക്കുന്നവർ കാണും. ന്യൂറോസിസിനും സൈക്കോസിസിനും ക്രോണിക് ഡയബറ്റീസിനും ക്രോണിക് ബ്ലഡ് പ്രഷറിനും ഒക്കെ ഇല്ലേ, അലർജിക്കും. അതിനകത്തെല്ലാം ചില സെഡേഷനുണ്ട്, ബീറ്റ ബ്ലോക്ക്, കുറച്ച് സെഡേഷനുണ്ട്. അപ്പം നമ്മൾ ഒരു പരിധിവരെ മെൻ്റൽ ഹെൽത്ത് 100% അല്ല. സി, അത് 100% അല്ലെങ്കിലും നമുക്ക് പോസിബിളാണ് ഹാപ്പി ആൻഡ് റീസണബിൾ ഹെൽത്തി ലൈഫ്. അതാ പറയുന്നത്. സപ്പോർട്ട് സിസ്റ്റം, പിന്നെ ഒരു ചെറിയ എംപ്ലോയ്മെൻറ്റ്, പാർട്ട് ടൈം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, കെയറിങ് ഫ്രണ്ട്ഷിപ്പ്, നല്ല സുഹൃത്തുക്കളെ കണ്ട് 10-15 മിനിറ്റെങ്കിലും ആഴ്ച സംസാരിക്കണം. അത് നാട്ടിലുള്ളവരായിരിക്കും, അച്ഛന്മാരായിരിക്കും, സിസ്റ്റേഴ്സ് ആയിരിക്കും, അങ്കിൾസ് ആൻഡ് ഓൺസ് ആയിരിക്കും, പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. ഞാൻ പണ്ട് പഠിപ്പിച്ച പിള്ളേരുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്, ചാറ്റ് ചെയ്യും. ഇടയ്ക്ക് എന്തിനാ അവർ, ഞാൻ ഇടയ്ക്ക് അരിശപ്പെട്ട കാര്യമെല്ലാം പറയും, കളിയാക്കി ചിരിക്കും. അവരുടെ ഡെവലപ്മെൻറ്റ് കേൾക്കും, അവരുടെ പിള്ളേരുടെ വളർച്ച കേൾക്കും. നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ സ്പിരിച്വൽ എബിലിറ്റീസ്, മൈൻഡ്ഫുൾനെസ്, അത് മെഡിറ്റേഷൻ പഠിപ്പിക്കും. ഹെൽത്തി ലൈഫ് ചോയ്സസ്, കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ്നെസ് സ്കിൽസ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കപ്പിൾസിൻ്റെ കൂടെ താമസിച്ചപ്പോൾ ഭാര്യ ഒട്ടും അസർട്ടീവ് അല്ല. ഭർത്താവിനെല്ലാം അറിയാം, ഒന്നും ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കില്ല, ഒന്നും പഠിപ്പിച്ചു കൊടുക്കില്ല. ഞാൻ പറഞ്ഞു, ഇച്ചിരി അസർട്ടീവ് ആകണം, അഗ്രസീവ് ആകണ്ട, എനിക്ക് പഠിക്കണം, എന്നെ പഠിപ്പിയിരുന്നു, അവയെല്ലാം പറയുന്നത്. 10 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഐ ലവ് യു എന്നും പറഞ്ഞ് പോയി കെട്ടിപ്പിടിച്ച് ഇരുന്ന് കണ്ടുപിടിച്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അത് കളിപ്പീരും ബട്ടറിങ്ങും ഒന്നുമല്ല, അസർട്ടീവ്നെസ് എന്നായിട്ട് വരും. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ട്, ഫോർമുല എഴുതി വെച്ചു. ഡിയർ മാൻ, ഡിയർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് യുവർ നീഡ്. നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് ടോയ്ലറ്റിൽ പോകണം, എനിക്ക് നാട്ടിൽ പോകണം, ഒറ്റവാക്കി പറയരുത്. ഒരു 15 മിനിറ്റ് ഇരുന്ന് ഡിസ്ക്രൈബ് ചെയ്യണം അവനവൻ്റെ ആവശ്യമേ. വീണ്ടും വീണ്ടും തുറന്ന് പറയുക. നാഗ് ചെയ്യാനല്ല പറയുന്നത്, മറ്റൊരാളെ കുതിര കയറി കൺട്രോൾ ചെയ്യാനും അല്ല പറയുന്നത്. അതെ, ഇന്നത് വേണമായിരുന്നു, ഇന്നതുണ്ടെങ്കിലേ ഇന്നത് നടക്കുള്ളൂ, ഇന്നതില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്,
മറ്റതും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയണമെങ്കിൽ ഹ്യൂമിലിറ്റി വേണം. ഹ്യൂമിലിറ്റി വേണം. വേണ്ടേ? വേണോ? വേണം. അസർട്ടീവ്നെസ് ഒരു സ്പിരിച്വൽ ഇതാണ്. എനി കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്പിരിച്വൽ എൻറ്റിറ്റി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ എൻറ്റിറ്റിയാണ്, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. അതിന് എളിമ വേണം. ഗോഡ് ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് ഗോഡ്. അതുകൊണ്ടല്ലേ ഓരോ ദിവസവും പുതിയ പ്രഭാതം തരുന്നു, പുതിയ പൂ തരുന്നു, പുതിയ ചെടികൾ വരുന്നു, അല്ലേ? യെസ്. ആ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ ഇങ്ങനെ കപ്പിൾ ചെയ്യാൻ പഠിക്കും. അന്നേരം മനസ്സിലാകുന്നത് ഈ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മകനെ ജനിക്കുന്നത് ഞാൻ അവനോടൊന്ന് പറഞ്ഞു ഞരങ്ങിമൂടി പറഞ്ഞ് നാളെ ഓർക്കണമെന്ന്. അവൻ വേണേൽ ടോയ്ലറ്റിൽ നിന്ന് വന്നപ്പോഴായിരിക്കും നമ്മൾ പറഞ്ഞത്, ഉണ്ടേച്ച് എഴുന്നേറ്റപ്പോഴായിരിക്കും പറഞ്ഞത്. നമ്മൾ പലപ്പോഴും നോൺ അസർട്ടീവാണ്. അതുകൊണ്ട് കാര്യം സാധിച്ചു കിട്ടുന്നില്ല. കാര്യം സാധിക്കാനായിട്ട് ഒരാൾ പെടലിക്ക് പിടിച്ചു കുനിക്കണമെന്നല്ല പറയുന്നത്. വിവരിച്ച് വിവരിച്ച് പറയാനായിട്ടുള്ള എളിമയ്ക്കാണ് പറയുന്നത് ഡിസ്ക്രൈബ്. തമ്പുരാൻ എന്താ പറഞ്ഞത്? അഞ്ചപ്പൂ ഇതെല്ലാം കഴിഞ്ഞ് മിറക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് തമ്പുരാൻ അങ്ങ് പടലിൽ കയറി കിടന്നുറങ്ങി. കാറ്റും കോളും ചാകാൻ തുടങ്ങിയവർ. അയ്യോ ഞങ്ങൾ നശിക്കാൻ പോകുന്നേ ഇവന്മാർ വിളിച്ചു കൂടിയില്ലേ? അസർട്ടീവ് അല്ലേ അവർ? അതെ, സിമ്പിൾ പീപ്പിൾ ആർ അസർട്ടീവ്. അവരുടെ ആവശ്യം പറയാനറിയാമല്ലോ, ഉണ്ടോ? അവർ കിടന്നു പോയി. തമ്പുരാൻ അറിയത്തില്ലായിരുന്നു, അറിയാമായിരുന്നു. മനഃപൂർവ്വം ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടന്നു കുറേ നേരം അത് കിടന്നു പോകട്ടെ, അല്ലേ? പോയി കഴിഞ്ഞിട്ട് തമ്പുരാൻ അങ്ങോട്ട് 3 ചോദ്യം ചോദിച്ചു. അല്പവിശ്വാസികളെ, മനസ്സിലാകുന്നില്ലേ? ഒന്നത്, എൻ്റെ സാന്നിധ്യം നിങ്ങൾ മറന്നോ? മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ഇത്രയും നേരം മിറക്കൾ കണ്ടേത്തല്ലേ ഞാൻ കിടക്കുന്നു. എന്നിട്ടും അവർ സംശയിച്ചു. ഒന്നും വേണ്ട, മന്ദലേറെ പോലെ സംശയിച്ചു. തമ്പുരാനെ കാണാൻ പോയതാണോ പൂശാൻ പോയതാണോ? ഉയർപ്പിൻ്റെ ന്യൂസിൻ്റെതാ. ഇവള് പതിവ് പോലെ പൂശാൻ പോയതാ, ഡെഡ് ബോഡിയെ തന്നെ. അന്നേരം ഉയർത്തനാ കണ്ടത്. മേരി, ഞാൻ നിന്നെ പൂജയൊന്നും വേണ്ട, ഞാനിതാണ്ട് ഇവിടെ നിൽക്കുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസം അങ്ങനെ, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. ശിഷ്യന്മാരും അങ്ങനെയാ ഭക്തരെല്ലാം പറയുന്നത്. പക്ഷെ അതിനെ അവഗണിക്കുന്ന ഒരു ഭർത്താവിനെയല്ല നമ്മൾ കാണുന്നത്. അൺകണ്ടീഷണൽ ലവ്, അല്ലേ? അല്പവിശ്വാസി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാ പറഞ്ഞു? നിങ്ങൾ ഭയപ്പെടേണ്ട, ഉണ്ടോ? ഭയം കൊണ്ട് അസർട്ടീവ് ആകാത്തത്. ഏതൊരു കാര്യവും ചോദിക്കേണ്ടടുത്ത് ചോദിക്കാത്തത്. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ ചോദിച്ചാൽ ഞാൻ പൊട്ടിയാന്ന് ഓർക്കുമോ? ഞാനിങ്ങനെ ചോദിച്ചാൽ ഇവളെന്നെ ഉപേക്ഷിക്കുമോ? ഇങ്ങനെ ഭയം കയറുന്നത് കൊണ്ടും കൂടി നമ്മൾ ചോദിക്കാത്തത്. ഒരു സ്നേഹം, ഒരു ആവശ്യം, ശാരീരിക ആവശ്യം മാത്രമല്ല, ചില സുഹൃത്ത് ബന്ധങ്ങൾ പുലർത്താനുള്ള ആഗ്രഹം ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങുക എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ്, അതാണ് ഡിയർ മാനെ ഡി ഇ എക്സ്പ്രസ്. എങ്ങനെയാ? വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നല്ല ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി ഉണ്ടാക്കി കൊടുത്തിട്ട് അടുത്തിരുന്നുകൊണ്ട് വേണം പറയുന്നത്. വീണ്ടും നിങ്ങൾ ഓർക്കും ബട്ടറിങ് എന്നല്ല, തമ്പുരാനും അത് ചെയ്തു. തമ്പുരാനും അത് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും ഇങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുമെന്നെല്ലാം നോക്കിയിരുന്നു. അവരുടെ ഈ 2 മത്സ്യമോ 5 കപ്പോ വല്ലതാണോ മൾട്ടിപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ചിലയിടത്ത് നമ്മൾ മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ കൂടെ ഉൾപ്പെടുത്തി വേണം തീരുമാനങ്ങൾ നടത്താൻ. ആ ഒരു എക്സ്പ്രസീവ് കപ്പാസിറ്റി ചില കുടുംബങ്ങളിലില്ല. പ്രത്യേകിച്ചും പ്രായം ചെന്ന് കഴിയുമ്പം എൻ്റെ മകനത് തന്നോളൂ, എൻ്റെ മകൾ എന്നെ കൊണ്ടുപോകോളൂ, ഞാൻ അതിലേ പോകോളൂ, ഇതിലേ പോകും, അങ്ങനെയാണ് പറയേണ്ടത്. ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി, ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡിയർ മാനെ ഇ. ഓക്കെ. പിന്നെ എ സ്റ്റാൻഡ്സ് ഫോർ അഫർമേഷൻ. ഊന്നലുകൾ കൊടുക്കണം. ജോസിച്ചായ നല്ലതാണെന്ന് എനിക്കറിയാം, മോളി എപ്പോഴും ഇത് കേൾക്കുമെന്ന് എനിക്കറിയാം. അഫർമേഷൻ, ഒരു അപ്രീസിയേഷൻ കൊടുക്കണം, ഒരു പുകഴ്ത്തൽ കൊടുക്കണം, ഒരു അംഗീകാരം കൊടുക്കണം. മർക്കോസിന്റെ സുവിശേഷം വായിച്ചു നോക്കി 3-ാം അധ്യായത്തിനകത്ത് എല്ലാവരെയും നടന്ന് ഇവർ പിശാചിനെ പിടിച്ചു, അതിലെ പോയി ഇതിലെ പോയി, പാമ്പിനെ പിടിച്ചെന്നെല്ലാം പറയുന്നില്ലേ? തമ്പുരാന് ചിരിക്കാമായിരുന്നു, വേണമല്ലേ? ഇവരൊരു പാട്ടം കൊണ്ട് പോയത് വന്നില്ലേ? തമ്പുരാൻ എല്ലാം കേട്ടിരുന്നു. യെസ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. അവസാനം പറഞ്ഞു, ഇതിലുപരിയായി നിങ്ങളുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വേറൊരു റിവാർഡ് കൂടിയാണ് കൊടുത്തത് കേട്ടോ. പറഞ്ഞതാട്ടോ അങ്ങനെയാണ്. അവരെ കേട്ടിരിക്കുക മാത്രമല്ല ചെയ്തത്, അഫർമേഷൻ, അപ്രീസിയേഷൻ ആൻഡ് എ റിവാർഡ്. ഒരു റിവാർഡ് കൂടെ പറഞ്ഞു. ഇതെല്ലാം ചെയ്തത് നല്ലത് തന്നെ, നിങ്ങൾ ദൈവരാജ്ഞം കെട്ടിപ്പടുത്തു എന്നുള്ളത് നല്ലത് തന്നെ. നിന്റെ പിതാവ് സന്തുഷ്ടനാണ്.
അതിലെല്ലാം ഉപരിയായി നിങ്ങളുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലേ? അങ്ങനെയാണ് ഈ അഫർമേഷൻ. നമ്മൾ അങ്ങോട്ടും മരിച്ചു കഴിയുമ്പോൾ എണ്ണിക്കണം, ഓ ഇത്രയും നല്ലൊരു ഭർത്താവില്ല, ഇത്രയും നല്ലൊരു ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല, ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ ഞാൻ അവളെ തന്നെ സ്വീകരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ 2 വാക്ക് പറയാൻ വരെ സിനിമയിൽ കണ്ടാൽ മതിയോ? അതൊക്കെ പറയണം. തമിഴാനോടാ പറയുന്നെന്ന് പറഞ്ഞ കുടുംബജീവിതത്തിന്റെ വിശുദ്ധി. ഫ്രാൻസിസ് പാപ്പ വളരെ പ്രാക്ടിക്കൽ പാപ്പയായിരുന്നു, എല്ലാ പാപ്പയൊക്കെ. അദ്ദേഹം കുടുംബത്തെ കുറിച്ചൊരു ചാക്രിക ലേഖനം എഴുതിയെന്നത് പറഞ്ഞിരിക്കുക. കുടുംബത്തിന്റെ വിശുദ്ധി ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഷെയറിംഗ് ആണ്, ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആണ്. അതിലാണ് വിശുദ്ധി ഇരിക്കുന്നത്. സ്പിരിച്വാലിറ്റി ഓഫ് ഫാമിലി ലൈഫ് ഈസ് ഇൻ ദ കെയറിംഗ് ആൻഡ് ദ ഷെയറിംഗ് ഓഫ് ദ കപ്പിൾസ് ആൻഡ് ദ ചിൽഡ്രൻ. അതൊരു ദൈവാരാധനയായിട്ട് കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞതിനകത്ത് ഈ അഫർമേഷൻ്റെ കുറവുകൊണ്ടും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പായിട്ട് പോകുന്നത്. വാ തുറക്കുമ്പോഴേ ക്രിറ്റിസിസം തുടങ്ങി. വാ തുറക്കുമ്പോഴേ ആദ്യമേ കെട്ടി വന്നപ്പോൾ നിങ്ങൾ ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് പറയുന്നത്, അമ്മായിമ്മ പറഞ്ഞ കമൻറ്റ്, ആഭരണമില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു, പൂശും കൊണ്ട് വന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യർ കാണിച്ചുകൊണ്ട് വരും. ഞാൻ അയ്യോ അത് വീട് അത് പൊതിഞ്ഞു കെട്ടി വേമ്പനാട്ട് കായലെറിയാൻ ഞാൻ പറയും. കോട്ടയത്താണെങ്കിൽ അല്ലെ, യൂറോപ്പിലാണെങ്കിൽ പറയാം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അതൊന്നും തല വെച്ചുകൊണ്ടിരിക്കരുത്. വല്ലവരുടെ അറിവ് കേട്ടുകൊണ്ട് വല്ലതും പറഞ്ഞ് തലയെ വെച്ചുകൊണ്ടിരിക്കണോ? പലിശയ്ക്ക് കിട്ടണം. അതൊക്കെ എടുത്ത് ദൂരെ കളയുക. അഫർമേറ്റീവ് വേർഡ്സ് മാത്രമേ ഓർത്തിരിക്കാവുള്ളൂ. അതിനകത്തെ സത്യമുള്ളൂ, മറ്റൊന്നും സത്യമല്ല. അവർക്കുണ്ടായ ഇറിറ്റേഷൻ പറഞ്ഞു തീർത്തത് അത് തന്നെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഡിയറിനകത്ത് പിന്നെ ആർ എന്ന് പറയുന്നത് വീണ്ടും ഈ റിവാർഡിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാളൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല വാക്ക് പറയാതെ ഇരിക്കുന്നത്. ഇത് നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ, ഇത് നന്നായിട്ടിരിക്കുന്നു, ഇത്രയും പേര് വന്നല്ലോ, ഇത്രയെല്ലാം കാര്യങ്ങൾ നടന്നല്ലോ, ഇത്രയും ചെയ്തല്ലോ. ഇത് വീണ്ടും വീണ്ടും നമ്മൾ നല്ല കാര്യം ഓർമ്മിപ്പിക്കും. ഓക്കെ, പിന്നെ മാൻ എന്നുള്ളത് മൈൻഡ്ഫുൾനെസ്, എന്നുള്ളത് അപ്പോളജി. എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ ഒരു സോറി പറയാൻ പഠിക്കണം. വീണ്ടും വീണ്ടും ന്യായീകരിച്ച് കടന്നിടത്ത് കിടന്നുള്ളരുത്. നമ്മൾ സോറി പറയണം. മനുഷ്യനല്ലേ, സോറി പറ്റൂ. അറിഞ്ഞു അറിയാതെ തെറ്റി ജീവിക്കുന്നിടത്തോളം കാലം ചെയ്യും. ഓക്കെ, അപ്പം അത് ഏറ്റുപറയുക, അതാണ് അപ്പോളജി. ഓക്കെ, എൻ സ്റ്റാൻഡ്സ് ഫോർ നെഗോസിയേഷൻ. എപ്പോഴും ഒരു അഭിപ്രായം പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പം നമ്മളിവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തു, ഇത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കുത്തിയിരുന്ന ക്ലാസ് നടക്കും ഇല്ല. നമ്മളെപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ തമ്പരാനൊരു വഴി കാണിച്ചു തരും. പക്ഷെ ചിലർ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല, സ്റ്റബേൺ ആവുകയാണ്. അവിടെയാണ് അസർട്ടീവ്നെസ് തീരുന്നത്. ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ ഇതിന്റെ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും അസാധാരണ സംഭവങ്ങളെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ട്രെസ് തന്നെ 3 ലെവലിലാണ്, 3 ഉണ്ട്. ഒന്ന് അക്യൂട്ട് സ്ട്രെസ്. ഒരാൾ മരിച്ചെന്നുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അക്യൂട്ട് സ്ട്രെസ് അല്ലേ, ഒരു ആക്സിഡന്റ്. അക്യൂട്ട് സ്ട്രെസ് കുറച്ച് നേരം കൊണ്ട് പിന്നെ അങ്ങ് നേരെ ആയിക്കോളും. എന്നാൽ ക്രോണിക് സ്ട്രെസ് അങ്ങനെയല്ല, അത് നമ്മളെ ഇങ്ങനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നില്ലേ? ക്രോണിക് സ്ട്രെസ് വരുന്നതല്ല ഇമോഷൻസിന്റെ തകരാറ്. പ്രധാനമായിട്ടും അൺപ്ലസന്റ് ഇമോഷൻസ്. എല്ലാ ഇമോഷൻസും നല്ലതാണ്. ദൈവം മനുഷ്യന്റെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നിരിക്കുന്ന സിഗ്നലുകളാണ് ഇമോഷൻസ്. മരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്തോ അസംതൃപ്തിയുള്ള സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നു, എന്തോ അനീതി വന്നിരിക്കുന്നു, എന്തോ സത്യമല്ലാത്തത് വന്നിരിക്കുന്നു, എന്തോ നേരല്ലാത്തത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നലാണ്. മനുഷ്യൻ നല്ലതാണ്, പക്ഷേ അത് അക്യൂട്ടായിട്ട് വന്നിട്ടങ്ങ് പൊക്കോണം. ക്രോണിക്കാക്കരുത്. ക്രോണിക്കായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അതിൻ്റെ ഒരു ബേസിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അരിശത്തിന് പ്രധാന കാരണം എന്നെ കൊള്ളുകയില്ല എന്നുള്ളൊരു സെൽഫ് ടോക്ക് അതിനകത്തുണ്ട്. എന്നെ കൊള്ളുകയില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, ഞാൻ പോരാ, ഞാൻ പറയുന്ന വാക്കിന് വിലയില്ല, എൻ്റെ അവകാശത്തിനും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സെൽഫ് ടോക്കുണ്ട്. അതെവിടെ നിന്ന് വന്നത്? ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്നതാണ്. കുട്ടിക്കാലത്ത് നമ്മളെ ആരോ അവഗണിച്ചിട്ടുണ്ട്, നമ്മളോട് ആരോ നീതി പുലർത്തിയിട്ടില്ല, ആരോ നമുക്ക് തരേണ്ട അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് വരുന്ന ഒരു സ്വയം സഹതാപവും ഒരു നാണക്കേടും ഒരു തിരസ്കരണവും കൂടെ കൂടിയതാണ് അരിശം. അരിശം ഒരൊറ്റ ഇമോഷൻസ് അല്ല,
ഒരു അവിയൽ പോലെയാണ്, മൾട്ടിപ്പിൾ ഇമോഷൻ. പല വികാരങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് അരിശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അധികം നാൾ വെച്ചുകൊണ്ടിരിക്കരുത്, അധികം സമയവും വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പല താളങ്ങളും തെറ്റിച്ചു കളയും. പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്കും പ്രഷറും അരിശവുമായിട്ട് വളരെ കണക്റ്റഡാണ്. അരിശം വന്നാലും അത് താൽക്കാലികമാണെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണം. ദിസ് ടു ഷാൽ പാസ്. ഇത് കടന്നു പോകുന്നതാണ്, ഇതൊരു താൽക്കാലികമാണ്, ഇതിന് ഞാൻ അടിമപ്പെടാൻ തയ്യാറല്ല, ഇറങ്ങിപ്പോവും എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുകയാണ്. എല്ലാവരും കണ്ണടച്ചിരിക്കുക. ഏറ്റവും ഈ അടുത്ത കാലത്ത് അരിശം വന്നൊരു സംഭവം കാണുക. ആരോടാണ് അരിശം വന്നത്, ഏത് കാര്യത്തിലാണ് അരിശം വന്നത് എന്നുള്ളത് മനസ്സിൽ കാണുക. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. കണ്ണ് തുറന്നിരുന്നാൽ നമ്മുടെ ശ്രദ്ധ പലതിലേക്ക് പോകും. കണ്ണുകൾ അടഞ്ഞിരിക്കണം, കണ്ണുകൾ അടച്ചു വെക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. മറ്റാരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എവിടെയാണ് ഇരിക്കുന്നതെന്നും ചിന്തിക്കണ്ട. എന്നെ ഏറ്റവും അലട്ടിയ ഒരു സംഭാഷണം, ഒരു പ്രവർത്തന ശൈലി, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു സാഹചര്യം മനസ്സിൽ കാണുക. ഇനി അതിന് കാരണങ്ങൾ പലതുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ അറിവുകേടായിരിക്കാം, ചിലപ്പോൾ അവരെ മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ നിസ്സഹായതയായിരിക്കാം, അവരുടെ ശ്രദ്ധക്കുറവായിരിക്കാം, അവരുടെ വ്യക്തിത്വത്തിലെ ഒരു തകരാറായിരിക്കാം, അതവരുടെ ഒരു ശൈലിയായിരിക്കാം, അവർക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടായ പരാജയബോധത്തിനോടുള്ള റിയാക്ഷനായിരിക്കാം, അവർ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ പെരുമാറാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് അരിശം വരാൻ കാരണം ഞാൻ അവരെ വിധിച്ചിട്ടുണ്ട്. ഐ ഹാവ് ജഡ്ജ്ഡ് ദം റോങ്ലി. ഞാൻ എവിടെയോ അവരെ വിധിച്ചു, എൻ്റെ മനസ്സിൽ വിധിച്ചു. അതാണ് എനിക്ക് അരിശം വരാൻ കാരണം. ഇനി അരിശമേ സ്വാഗതം, ഉറക്കെ പറയാം. അരിശമേ സ്വാഗതം. വല്ലപ്പോഴും വരാം, പക്ഷെ അധികം നേരം നിൽക്കരുത്. എന്നെ വിട്ടുപോകുക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. വിട്ടുപോകുക. എന്നെ അടിമപ്പെടുത്തരുത്, എന്നെ ശല്യം ചെയ്യരുത്. അതിൻ്റെ പേരിൽ എൻ്റെ ആരോഗ്യം നശിപ്പിക്കരുത്, എൻ്റെ മനസ്സമാധാനം കളയരുത്, എൻ്റെ എനർജി കളയരുത്, എൻ്റെ ഫോക്കസ് കളയരുത്. എനിക്ക് ജീവിക്കാനുള്ളതാണ് ജീവിതം. ഇറങ്ങിപ്പോവുക, എന്നെ വിട്ടുപോവുക. എന്നിൽ നിന്ന് 50 കിലോമീറ്റർ അകലോട്ട് പോവുക, 500 മൈൽ അകലോട്ട് പോവുക, 5000 മൈൽ അകലോട്ട് പോവുക. എന്നെ വല്ലപ്പോഴും മാത്രമേ സന്ദർശിക്കാവുള്ളൂ, അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. എന്നിൽ കുടിയിരിക്കരുത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ മാമോദീസായിൽ എനിക്ക് ലഭിച്ച കൃപയിൽ ഞാൻ സ്വതന്ത്രമായിരിക്കുന്നു, ഞാൻ സ്വതന്ത്രമായിരിക്കുന്നു, ഞാൻ ക്ഷമിക്കുന്നു. കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നില്ല, വിധിക്കുന്നില്ല. ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. ഞാൻ സ്വസ്ഥനാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. സ്വസ്ഥനാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. സ്വസ്ഥനാകുക, ഞാൻ ദൈവമാണെന്ന്. കണ്ണു തുറന്നേ. മനസ്സിൽ നിന്ന് അരിശം പോയില്ലെന്നെങ്കിൽ അല്ലേ? ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യണം. അരിശം ഒരിക്കലും കുടിയിരിക്കാൻ അനുവദിക്കും. അതൊരു ഇറാഷണൽ ബിലീഫാണ്, ഒരു ഇറാഷണൽ തിങ്കിങ് പാറ്റേണാണ്, ജഡ്ജിങ് പാറ്റേണാണ്, ഇറാഷണൽ എക്സ്പെക്റ്റേഷനാണ്. എന്തോ ആരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല, എന്തോ ആൾ ഞാൻ കരുതുന്ന പോലെ പെരുമാറുന്നില്ല, ഞാൻ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോൺ ഫ്ലെക്സിബിൾ ആയിട്ട് ഞാനൊരു സ്റ്റാൻഡേർഡ് വെച്ച് ആ ബോക്സിൻ്റെ അകത്ത് വരാത്തവരെല്ലാം ചീത്തയെന്ന് എഴുതി തന്നിട്ട്. അവർക്കും ബലഹീനതയ്ക്ക് അവകാശമുണ്ട്, അവർക്കും ഒപ്പീനിയൻ അവകാശമുണ്ട്, അവർക്കും അവരുടേതായ പ്രതികരണത്തിന് അവകാശമുണ്ട്, അല്ലേ? അതിൻ്റെ മേലെല്ലാം കൺട്രോൾ പറ്റും എന്ന് കരുതി അവർ നമ്മളെ കയറിയുണ്ടോ ഒതുക്കാൻ പോകും? ഇല്ല. വഴിമാറി നടന്നാൽ മതി. വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുന്നെങ്കിൽ ആ ബന്ധം എനിക്ക് പറ്റിയാലെന്ന് മനസ്സിലാക്കിയാൽ മതി. അവരെ വെറുക്കണ്ട, അവരെ അനുഗ്രഹിക്കുക. പറഞ്ഞ് എന്നേക്കാൾ കൂടുതലായി അവരെ അനുഗ്രഹിക്കുക. അവരുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുക. മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. ദൈവമേ അനുഗ്രഹിക്കണം. അങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റണം. ഒരൊറ്റ മനുഷ്യരോടും
നമ്മൾ അരിശം വെച്ചുകൊണ്ടിരുന്നത് നമ്മൾ അവർക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ആ വികാരത്തിന് അടിമപ്പെട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യമാണ് കളയുന്നത്, നമ്മുടെ സമാധാനമാണ് കളയുന്നത്, നമ്മുടെ ആയുസാണ് കളയുന്നത്. ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. മനസ്സിലായപ്പോ ഈ മെഡിറ്റേഷൻ മനസ്സിലായിരുന്നത്? അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഓംകാര പറയുന്നതോ മറ്റേ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ സമാധാനം കളയരുത്. തമ്പുരാൻ തന്നെ ഏറ്റവും വിഷമവും എല്ലാം വരുന്നൊരു സങ്കടം ഉള്ളിലോട്ട്. കണ്ണുകളടച്ച് തമ്പുരാനെ അവിടെ കണ്ടി, ഗതസഭയിൽ പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ കണ്ടി ആ തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്നേ, നിങ്ങൾ 1 മണിക്കൂർ എൻ്റെ കൂടെ ആയിരിക്കുക, നിങ്ങൾ ശാന്തമാകുക, പിതാവ് അതിനുള്ള ശക്തി തരിക. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തി, ക്രൂശിതനായ യേശുവിൻ്റെ ശക്തി, രാവുലത്തായ യേശുവിൻ്റെ ശക്തി, ആ കണ്ണുനീരിനോട്, ആ മനപ്രയാസത്തോട്, ആ ദുഃഖത്തോട് ചേർന്ന് കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന മാതാവിനോടൊപ്പം, മഗ്ദലേനാമറിയത്തോടൊപ്പം, യോഹന്നാനോടൊപ്പം തല മുതൽ കാല് വരെ എല്ലാ കോശങ്ങളിലേക്കും തമ്പുരാൻ്റെ ആ സ്നേഹം ഒഴുകട്ടെ. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകട്ടെ. ഓരോ കോശങ്ങളിലും സ്നേഹവും ധൈര്യവും പരിശുദ്ധാരോഗ്യം നിറയ്ക്കട്ടെ. ഓരോ അവയവങ്ങളും സമാധാനം കൊണ്ട് നിറയട്ടെ. പുതിയ അവയവങ്ങൾ വെക്കുന്നു, ഹാർട്ട് മാറ്റി വെക്കുന്നു, ആമാശയം ചെറുകുടൽ മാറ്റി വെക്കുന്നു, ബ്രസ്റ്റ്, പ്രൈവറ്റ് പാർട്സ് എല്ലായിടും. എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെക്കുന്നതായിട്ട് കാണുന്നത്. തമ്പുരാനാണ് അനാദിയിൽ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് പേര് ചൊല്ലി വിളിച്ച ഓരോ കോശങ്ങളും നിർമ്മിച്ച തമ്പുരാന് വിട്ടുകൊടുക്കും. ദൈവമേ, നീ ശക്തനാകും, ബലവാനാകും, ഈ പ്രപഞ്ചത്തെ ഇവിടെ നിലനിർത്തുന്നവനാണ്. നിനക്ക് ഞാൻ അടിയറ വയ്ക്കും. ഈ ദുഃഖം നിനക്ക് ഞാൻ വിട്ടുതരും. ഈ ദുഃഖം താൽക്കാലികമാകട്ടെ. ഇത് ഞാൻ കർത്താവിൻ്റെ രക്ഷാകർമ്മത്തോട് ചേർന്ന് നിനക്ക് സമർപ്പിക്കും. പരിപൂർണമായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കും. എൻ്റെ ഈ ദുഃഖത്തെയും ഈ സങ്കടത്തെയും, അമിതമായ ദുഃഖം ചങ്ങാണെന്ന് തമ്പുരാൻ പറയാം. തമ്പുരാനെ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഐ സറണ്ടർ, ഐ സറണ്ടർ, ഐ സറണ്ടർ. എൻ്റെ എല്ലാ ആകാംക്ഷയും ഞാൻ സറണ്ടർ ചെയ്യും. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. 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 ശ്വാസം നീട്ടി വലിച്ചിട്ട് ഓരോ ശ്വാസവും പരിശുദ്ധാരോഗ്യം തരുന്നു. സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ. കാൽപ്രതി, കാൽമുട്ട്, കാൽത്തുടകൾ, ഉദരം, നെഞ്ച്, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, കരള് എല്ലാം ശുദ്ധീകരിക്കട്ടെ. ഹൃദയം, ശ്വാസകോശം, അന്നനാളം, ശ്വാസനാളം, കവിൾത്തടം, കണ്ണ്, ചെവി, മൂക്ക്, തലച്ചോറിലെ ഓരോ കോശങ്ങളും നിറയട്ടെ. സമാധാനം, 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 സന്തോഷം, സന്തോഷം, സംതൃപ്തി, നന്ദി, സ്നേഹം കൊണ്ട് നിറയട്ടെ. ചെവികളും കണ്ണുകളും നാവും എല്ലാ ദുഃഖത്തിനും ദൈവമേ നന്ദി പറഞ്ഞ എല്ലാ ദുഃഖത്തിനും ദൈവമേ നന്ദി. ഇവ താൽക്കാലികമാണ്. വരാനിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർക്കുമ്പോൾ ഇവ താൽക്കാലികമാണ്. ഇവയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടുത്തെ രക്ഷാകര പദ്ധതിയോട് ചേർത്ത് കർത്താവേ നിനക്ക് സമർപ്പിക്കും. എല്ലാം സമർപ്പിക്കും, എല്ലാം സമർപ്പിക്കും. വിട്ടുകൊടുക്കും. ഞാൻ കണ്ണു പറഞ്ഞേ, ദുഃഖത്തോടും വിട പറയണം. മനസ്സിലാകുന്നില്ലേ? ദുഃഖമാണെങ്കിലും അരിശുവാണെങ്കിലും ഇങ്ങനെ വിട പറയുക എന്നുള്ളതാണ്. ഓരോ വികാരം ഇങ്ങനെ എടുത്ത് അന്നു വിട പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം പോവുകയില്ല, മനസ്സിൻ്റെ സമാധാനവും പോവുകയില്ല. ആയുസ്സും സംതൃപ്തിയും കളയാതെ നോക്കിയാൽ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ അലൈവായിരിക്കും. ഓക്കെ, അതാണ് ഈ മൈൻഡ്ഫുൾനെസ് വിളിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വികാരം, ശരീരം, പ്രവർത്തനങ്ങൾ ഇതേക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അറിവും തമ്പുരാന് വിട്ടുകൊടുക്കുന്ന ഒരു സറണ്ടറുമാണ്. ഒന്നിനെ പിടിച്ചു വെക്കരുത്. പിടിച്ചു വെക്കുമ്പോൾ നമ്മളതിൻ്റെ അധികാരിയാകുക. വികാരങ്ങളാണ് നമ്മളെ കുറഞ്ഞു കളിപ്പിക്കുന്നത്. അവയെ ഓരോത്തിനെ കുറിച്ചും അവയർനെസ് വന്ന് ശരീരത്തിൽ കംപ്ലീറ്റ് അവയർനെസ് തല മുതൽ കാല് വരെ വന്ന് റീപ്ലേസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? സമാധാനവും സംതൃപ്തിയും കൊണ്ടും
സ്നേഹവും ധൈര്യവും കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാരൂപി വരുന്നു. ഓരോ ബന്ധകോസ്തും നമ്മളെ കൂടുതൽ ശക്തരാക്കണം. എന്തിനാ? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസാന്നിധ്യത്തിന് വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് 2 എക്സസൈസ് ചെയ്യാം. കൈ എല്ലാവരും ഒന്ന് എടുത്ത് ആരെങ്കിലും അറിയും ഇതൊന്ന് പിടിച്ചു തരണം, എന്നാലേ കാണിച്ചു തരണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അവയവങ്ങളുടെയും ഞരമ്പ് കൈയുടെ തുമ്പത്തും കാലിൻ്റെ തുമ്പത്തും വരുന്നത്. ഇപ്പം കാലിപ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കൈ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഓരോ വിരലും ഒന്ന് തിരുമ്മിക്കുക. ഒരു 10 പ്രാവശ്യം മുന്നോട്ടും പുറകോട്ടും തിരുമണം. 1 2 3 4 5 7 8 9 10. ഇപ്പം ചെയ്തത് കഴുത്ത്, തല, ബാക്ക്, ഇത് മുഴുവനും അപ്പം തിരുമ്മിയത് അയഞ്ഞിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? 10 നിർത്തിയിരുന്നു. മറ്റേ കൈ ചെയ്ത് 1 2 തല, കഴുത്ത്, ബാക്ക്, തല, കഴുത്ത്, ബാക്ക്, തല, കഴുത്ത്, ബാക്ക്, തല, കഴുത്ത്, ബാക്ക്. ഓക്കെ, 10 പ്രാവശ്യമായല്ലോ. ഓക്കെ, ഇനി അരക്കെട്ട് ഇവിടെ വേണം. കൈയുടെ ഈ ഭാഗം അരക്കെട്ട്. 1 2 3 4 അരക്കെട്ട് മുഴുവൻ അയഞ്ഞിട്ട് വയറ്, അരക്കെട്ട്, പ്രൈവറ്റ് ഭാഗം, പെൽവിക് ഗേർഡിൽ, തൊട, പ്രൈവറ്റ് ഭാഗം, അരക്കെട്ട്. അയന്നുണ്ടോ നോക്കി? അയഞ്ഞൊന്നുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അയന്ന് കിട്ടും. മറ്റാവശ്യം ചെയ്തു ചിന്തിച്ചുകൊണ്ട് പതുക്കെ ചെയ്യും. എന്നത്തേന് ഓരോന്നും അയഞ്ഞു വരുന്നതാണ്. ഓക്കെ, ഓരോന്നും അയഞ്ഞു. ഇനി തള്ളവരല്, അരിശം പോകണമെന്നുണ്ടെങ്കിൽ തള്ളവരൽ ഇത് തിരിഞ്ഞാൽ മതി. അരിശം ഉടനെ കണ്ടോളൂ. അല്ല, തള്ളവരല്ല, ചൂട് റൈറ്റ്. 2 കൈയിലും ചെയ്യും. ഓക്കെ, ഹാർട്ട് കാഫ് മസിലുകളാണുള്ളത്. ഈ കാഫ് മസിൽ എന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരലിൽ തന്നെയാണ്. ഹാർട്ട് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാഫ് മസിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാഫ് മസിൽ ചെയ്യാം. പിന്നെ നടുവിലത്തെ വേറെ സങ്കടം, ആകാംക്ഷ, പിന്നെ കൈയുടേതാണ് എടുത്തത്. ഈ മോതിരവിരൽ കൈക്ക് എവിടെ വേദനയുണ്ടെങ്കിലും കൈ ഇത് തിരുമ്മിക്കണം. ഇവിടെ തിരുമ്മിക്കൊണ്ടിരിക്കും. ഉടനെ കൈ ഇമാജിൻ ചെയ്ത് അങ്ങോട്ട് ബ്രീതിങ് ചെയ്യണം. കൈയുടെ ആ ഭാഗത്തോട്ട് ഗ്രീൻ ലൈറ്റ്, ബ്ലൂ ഗ്രീൻ ലൈറ്റ്, ലൈറ്റ് ഗ്രീൻ ലൈറ്റ്, അതായത് നല്ല പച്ചപ്പാടില്ലേ, ആ കളർ കണ്ടുകൊണ്ട് അങ്ങോട്ട് ബ്രീതിങ് ചെയ്താൽ മതി. ഓരം, കൈയുടെ ഓരം, കൈമുട്ട്, ലോവർ റിസ്റ്റ്, കൈവരുടെ കൈപ്പത്തി, 2 സൈഡിൽ ചിരിക്കണം. ഇടത്തും വലതും. നേരം അവിടെ ആയിട്ടുണ്ട്. പിന്നെ ചെറുവിരൽ സെൽഫ് എസ്റ്റീം കൂടാനായിട്ട് ആത്മധൈര്യം. ചിലർക്ക് ആകാംക്ഷ കയറിയിട്ട് സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല, തീരുമാനങ്ങൾ എടുക്കത്തില്ല, യാത്ര ചെയ്യത്തില്ല, ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പോൾ ചെറുവിരലാണ്. ഓക്കെ, പിന്നെ 2 വിരലും കൂടെ കൂട്ടി അടിക്കണം. കൈയുടെ മൂട്, ഓക്കെ. ഇനി ഇങ്ങനെ 2 വിരലിന്, കാരണം ഈ ഇടഭാഗം എല്ലാത്തിൻ്റെയും ജോയിൻസാണ്, കൈയുടെയും കാലിൻ്റെയും. അതും 10 പ്രാവശ്യം ചെയ്യും. എനിക്കായി മടക്കിട്ടിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരലയവായോ നോക്കി. എല്ലാ ഓർഗൻസും, ഇന്റേണൽ ഓർഗൻസും പതുക്കെ അലയവായി.
ഇനി ഈ ഡിപ്രഷൻ മാറ്റാനായിട്ട് ഇവിടെ 7 പ്രാവശ്യം 1 2 3 ഇത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയും. 1 2 3 4 5 6 7 കണ്ണിന് പോയി 1 2 3 4 5 6 7 കണ്ണിന് 1 2 3 4 6 1 2 3 4 5 6 7 1 2 3 4 5 6 7 ക്ലേവിക്കൽ 1 2 3 4 പല ഇപ്പം മനസ്സൊന്നുകൂടെ ഉണർന്നു തോന്നി, ഷാർപ്പായി നോക്കി, ശ്രദ്ധ ഷാർപ്പായി. ചെയ്യാൻ പോലെ ചെയ്യാൻ പോലെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ള. പക്ഷെ അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയേക്കാം. എല്ലാം പിന്നെ ഗൂഗിളിൽ കയറിയിട്ടുണ്ട്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് സുജോക്രമനെ പോലെ അടിച്ചാൽ മതി കിട്ടും, എല്ലാം കിട്ടും. ഇപ്പൊ എന്ത് പഠിക്കണമെങ്കിലും കൊണ്ടുപോകില്ല. അങ്ങനെ ആരും തന്നെ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ സമയമാകുന്നതുകൊണ്ട് നിർത്തുകയാണ്. മണി 12. ചോദ്യങ്ങളുണ്ട്, ചോദിക്കാം. വ്യക്തിപരമായ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ആകാംക്ഷയുണ്ട്. അത് കണ്ടമാനം ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിയാതെ ഒരുപാട് പേര്. പിന്നെ ഈ പച്ചതില്ല, അതായത് സാലഡ് ആൻഡ് ഫ്രൂട്ട്സ്. ആകാംക്ഷയുണ്ട്. സ്ട്രെസ് ചെയ്യുക അതെന്താണ് ഇല്ലാത്തോണ്ടോ ചോദിച്ചില്ല. അത്രയേറെ പോയിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. ചില മെഡിസിന്, ഫോർ എക്സാമ്പിൾ പ്രെഡ്നിസോൺ, നേഴ്സുമാർക്കൊക്കെ അറിയാം. ഈ ടേക്കിംഗ് ദാറ്റ് ഒരുപാട് ഭക്ഷണം കഴിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാണ്. സൂസൻ ഉണ്ടായ വികാരം കൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കും. ആ പ്രെഡ്നിസോൺ 60 തുടങ്ങി ഇപ്പോൾ 2.5 ആക്കി. ഇപ്പോൾ കഴിക്കാൻ പ്രയാസമാണ്. ആ ലെവലിൽ വന്നു. ഇനി